ഇവിടെ ഇരുന്നിട്ട് ഒരാൾ റിയാദ് ചെല്ലുകയാണ്. ഇവിടെ ഒരു വിഷജീവി ഉണ്ടെങ്കിൽ ആ വിഷജീവി ഇങ്ങനെ പകത്തൊക്കെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ നിങ്ങൾക്ക്. വിഷജീവികളുടെ പോയി ഇരിക്കൊന്നും വേണ്ട കേട്ടോ. യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഒരുത്തയിൽ ഇരുന്നാൽ ഇവിടെ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒരു വിഷജീവി ഉണ്ടെങ്കിൽ ആ വിഷജീവി പതുക്കെ അങ്ങനെ ഇറങ്ങിയാൽ പോകും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്. അപ്പോൾ വലിയൊരു നസ്റും ഫത്തുഹും വന്നു, ഒരുപാട് ആൾ കടന്നു വരും. നേരത്തെ ഒരാളാണ് കടന്നു വന്നത്. ഇപ്പോൾ സ്ഥാപനം കടന്നു വരുന്നത്. അതാണ് അന്നസുറു വൽ ഫത്തുഹു. യദ്ഖുലൂന ഫീ ദീനിൽ അഫ്വാജൻ, ഫൗജ് അഫ്വാജ് അങ്ങനെ കടന്നു വരും. ആ സമയത്ത് എന്ത് ചെയ്യണം? അടുത്ത ബാക്കി അഫ്വാജൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. തസ്ബീഹൊക്കെ ഓരോ തസ്ബീഹും അൽഫ് അങ്ങനെ മനസ്സിൽ വരണം. ഈ അൽഫ് വന്നത് എങ്ങനെയാണ്? ലഫ്ലുകൾ അപ്രസക്തമാണ്. അതായത് 1000 ഇൻറ്റു 1000 അൽഫ്. അൽഫിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അൽഫ് ഇൻറ്റു അൽഫാണ്. അപ്പോൾ ആ ഒരു ഗുണിതങ്ങളിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ്? ലഫ്ല് അപ്രസക്തമാകുന്ന സമയത്ത് ഭാഷയെ മറികടക്കാനാണ് അൽഫ്. അതായത് മനസ്സിലുള്ളത് അൽഫിൻ്റെ മേലെയാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നാവിൽ പറയാൻ പറ്റുന്നൊരു എളുപ്പം അൽഫ് ആയതുകൊണ്ട് അൽഫ്. അതാണ് അൽഫിൻ്റെ മേന. അല്ലാതെ വെറുതെ അൽഫ് എന്നിങ്ങനെ അലിഫും ലാമും ഫാവും അല്ലത്. മറിച്ച് മനസ്സിലുള്ള ഈ ദിക്റിൻ്റെ സന്തോഷം അത്രയും വലിയ ഗുണിതങ്ങളാണ്. ആ ഗുണിത ആയതുകൊണ്ടാണ്, അത്രയും വില ഇരട്ടിയായതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്? അൽഫിൻ പറയുന്നത്. അൽഫ് ഓർമ്മയില്ലേ വിറുതിൽ? അപ്പോൾ അത് പറയുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അൽഹംദുലില്ലാ. അതിങ്ങനെ മനസ്സ് നിറയണം. ഒരൽഹംദുലില്ലാ പറയുമ്പോഴും കോടികൾ മനസ്സിൽ മറിയണം. ഇപ്പോൾ കോടികളുടെ ഇടപാട് നടത്തുന്നവന് 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ അർത്ഥം കോടിയെന്ന്. ലക്ഷങ്ങളുടെ നടത്തുന്നവന് 1 എന്ന് പറഞ്ഞാൽ 1 എന്ന്. അതേസമയത്ത് ഐസ്ക്രീമിൻ്റെ കച്ചവടം ചെയ്യുന്നവന് 1 എന്ന് പറഞ്ഞാൽ ഉറുപ്പ്യാണ്. അപ്പോൾ 1-ന് അങ്ങനെയാണ് മാന. അപ്പോൾ ആ മാനയിലാണ് നമ്മൾ റിയാദകളിലേക്ക് പോകുന്നത്. റിയാദ് എന്തിനാ? അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്യുന്നത് വാക്കിയത്. ഇപ്പോൾ സൂറത്തുൽ നസ്ർ ഓതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അത് ആ സൂറത്ത് ഓതി, അത് ഇൻസിഡൻ്റാണ്, വാക്കിയത്താണ്. ഇനി ആ സൂറത്തിനെ ആസ്വദിച്ച് ആ സൂറത്തിൻ്റെ ആളാകുകയാണ്, വക്താവാകുകയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാവരും നിസ്കാരത്തിൽ ഓതുന്നു. ഒരാളങ്ങനെയല്ല, അയാൾക്ക് എന്ത് സൂറത്ത് ഓതിയാലും പിന്നെ ഓതണം. എന്താണ് ഇങ്ങനെ ആൾക്കാരെ അടങ്ങാറാകുന്നു? പിന്നെ സൂറത്ത് ഇപ്പം ഞാനതിന് ഇഷ്ടപ്പെട്ടു. അത് ഖലക്ക ഹുബ്ബുക്ക ഇയ്യാഹ അൽ ജന്ന. ഞാനതിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ മഹബത്ത് നിന്നെ കൊണ്ടുപോയി സ്വർഗത്ത് കടത്തി കഴിഞ്ഞു മോനെ. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതാണ് റിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റിയാദ ചെയ്യണം. അതായത് ചൊല്ലി തീർക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെല്ലണ്ട. ആ സൂറത്തിനെ ഹുബ്ബ് വെക്കണം. ഹുബ്ബ് വെക്കുന്നതിൻ്റെ ദലാലത്താണ്, അതിനെ മഹബത്ത് വെക്കുന്നതിൻ്റെ ദലാലത്താണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ 100 തീർക്കണം, 99 തീർക്കണം, അച്ചല്ലല്ല ചെല്ലണ്ട. ഏതേ ചെല്ലാവോ അതിനെ ആ സൂറത്തിനെ സ്നേഹിച്ചിട്ടുള്ള അത് മാത്രമേ ചെയ്യൂ. 313. 7ാമത്തെ ദിവസം അതൊരു സെലിബ്രേഷൻ ചെയ്യണം. 7ാമത്തെ ദിവസം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ ഖദറിൽ നിന്നുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് പ്രതീക്ഷിക്കണം എന്നറിയോ? എൻ്റെ കൂടെ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതിലെല്ലാം ഈ സൂറത്തിൻ്റെ ഖാദിമീങ്ങളായ മഹാന്മാർ വേണം. ഓരോ സൂറത്തിനും നമ്മുടെ മർഈ അല്ലാത്ത, വിസിബിൾ അല്ലാത്ത മഹാന്മാരുണ്ട്. അത് പടക്കപ്പെടും. സാധാരണ ചൊല്ലുമ്പോൾ പടക്കപ്പെടുന്നു എന്നാണ് മഹാന്മാർ പലരിടത്തും പറയുന്നത് കാണുന്നത്. അതേസമയത്ത് റിയാദയാവുമ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ എത്രയോ വലുതാണ്. എപ്പോഴും മുദാവമത്തിനുള്ള ഒരു ജംഇൻ്റെ സ്ഥാനത്താണ് റിയാദകളാകുമ്പോൾ. ആ പ്രതീക്ഷയോടെ ചെയ്യണം. ആ അദബ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അതുകൊണ്ട് അവർക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടാകരുതെന്നും ഫിക്ർ വേണം. എന്ന് പറഞ്ഞാൽ നലാഫത്ത്, ത്വീബ് ഇതൊക്കെ ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ച് റിയാദയുടെ സമയത്ത് നിങ്ങൾ നല്ല നലാഫത്തിൽ നല്ല ത്വീബിലാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരാൾ റിയാദ് ചെല്ലുകയാണ്, ഇവിടെ ഒരു വിഷജീവി ഉണ്ടെങ്കിൽ ആ വിഷജീവി ഇങ്ങനെ പകത്തൊക്കെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ നിങ്ങൾക്ക്. വിഷജീവികളുടെ അടുത്ത് പോയി ഇരിക്കൊന്നും വേണ്ട കേട്ടോ. യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചാൽ, ഇപ്പോൾ ഒരുത്തയിൽ ഇരുന്നാൽ ഇവിടെ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒരു വിഷജീവി ഉണ്ടെങ്കിൽ ആ വിഷജീവി പതുക്കെ അങ്ങനെ ഇറങ്ങിയാൽ പോകും. എന്ന് പറഞ്ഞാൽ അത്ര പവറാണ്, അത്രയും സുഹബത്ത് അവിടെ വരും. അത്രയും സുഹബത്ത്. ഒരു ഫാത്തിഹ ഓതിയിട്ടാണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്. ഫാത്തിഹ ഓതി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സുഹബത്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യരുത്, അനാവശ്യമായിട്ട് റീൽസ് കണ്ടിരിക്കരുത്, ഷോർട്സ് കണ്ടിരിക്കരുത്, ഈദ് ബഹുമാനത്തിനോട് ചേരാത്ത ഒന്നും ചെയ്യരുത്. ചെല്ലുന്ന ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യരുത്, വേറൊരു സാധനം, ഒരു അനാവശ്യമായിട്ടുള്ള ഷോർട്സോ റീൽസോ ഒരു സാധനം കാണരുത്. അതുപോലെ ഒരു കുബുഹ് തോന്നുന്ന, മോശത്തരം തോന്നുന്ന ഒന്നിനും ആ ദിവസങ്ങൾ തീരെ യൂസ് ചെയ്യാതിരിക്കുക. ചെല്ലുന്ന സമയം നല്ല അത്രക്ക് പുരട്ടിയിട്ട് അങ്ങനെ മാത്രം ചൊല്ലുക. കഴിയുമെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കുക. വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരേ സ്ഥലത്തൊക്കെ ഇരുന്ന് എല്ലാ ദിവസവും ഒരേ സമയമൊക്കെ ചെല്ലുന്നെങ്കിൽ ഇനഫ്, അത് മതി നിങ്ങൾ അനുഭവിക്കുക, അപ്പം തന്നെ അനുഭവിക്കുക. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പതിവാക്കുക. വേറെ ആർക്കെങ്കിലും ഇല്ലാത്തൊരു സംഗതി നമ്മൾ ചെയ്യുന്നൊന്നും ചിന്ത വേണ്ട കേട്ടോ. ആ ചിന്ത വേണ്ട. നമ്മളത് ചെയ്യുന്നു, ഒരു ഖിദ്മത്ത് നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നു, കബൂൽ ചെയ്താൽ രക്ഷപ്പെട്ടു. ആ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാകണം, ആ വലിയൊരു പ്രതീക്ഷ ഉണ്ടാകണം. അപ്പുറത്തൊരു ചെറിയ പേടിയും. കാരണം ആ ഓണർ മനസ്സിലാകുമ്പോൾ കണ്ടില്ലേ, ഓണർ മനസ്സിലായി ഇതൊന്നുമല്ല. ഓണർ മനസ്സിലായ സംഭവം ഒരു ലോകമാണ്. അപ്പോൾ ആ ഒരു ഇത് വേണം എപ്പോഴും, എന്ത് നടക്കുമ്പോഴും ആ ഒരു സംഗതി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. ഖാല ശിബ്ലീൽ അൽ-ഹുസരി റളിയല്ലാഹു അൻഹുമാ ഇൻ കാന യഖ്തുറു ബിഖൽബിക മിനൽ ജുമുഅത്തി അല്ലതി തഅതീനി ഫീഹാ ഇലൽ ജുമുഅത്തി അൽ-ഉഖ്റാ ശൈഉൻ ഗൈറുല്ലാഹി തആല ഫഹറാമുൻ അലൈക അൻ തഅതിയൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വിഷയം, കഴിഞ്ഞ തവണ പറഞ്ഞൊരു വിഷയമാണ്. അത് കുറച്ചൊരു ബ്ലോക്കാകാൻ ഒരു കാരണമുണ്ട്. ഇതൊരു ഹൈ ലോഡാണ് ഈ ഒരു വിവരണം. എന്താ വിവരണം എന്നറിയോ? നമ്മൾ നിസ്കാരവും മറ്റ് ദിക്റുകളും ഇതെല്ലാം ധാരാളം ചെയ്യണം. ചെയ്ത് എല്ലാ ജീവിതത്തിൽ എല്ലാ ഘട്ടം എന്ത് ചെയ്യണം? വീട് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന്, അതാണ് ദിക്റ്. നമ്മൾ മക്കളെ നോക്കുകയാണ്, ഒരു കുട്ടിക്ക് പനി, മറ്റേതിന് ചീരാപ്പ്, അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും മനസ്സിന് മുഷിപ്പില്ല. കാരണം അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു ഹമ്മുമില്ല, ഹമ്മില്ല, പ്രതിഫലം കിട്ടും. പിന്നെ എന്തിനാ ബേജാറ്? പ്രതിഫലം കിട്ടിയ പരിപാടിയുമില്ല. പ്രതിഫലം കിട്ടും എന്നുള്ള ബോധ്യം ഉണ്ടാകും, എല്ലാ വിഷമവും തീരും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഉന്തുവണ്ടി വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ട ഉന്തിവണ്ടി എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. വലിയ ലോഡ് ഉന്തിക്കൊണ്ടുവന്ന് ഉന്തുവണ്ടീൻ്റെ മുകളിൽ വലിയൊരു 2 ആളായ ഹൈറ്റിലുള്ള ലോഡ്. ഈ ലോഡ് ഞാൻ വിചാരിച്ചു ഇതാരെയും പിന്നീട് ഉന്തിക്കൊണ്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു മനുഷ്യൻ, പ്രായമുള്ളൊരു മനുഷ്യൻ, മെലിഞ്ഞൊട്ടിയൊരു മനുഷ്യൻ. എനിക്ക് സങ്കടമായി. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, പടച്ചോനെ ഇനി ഈ അതാബി മനുഷ്യന് കിട്ടിയതായിരുന്നു. ഇതയാൾ അങ്ങ് ഇറക്കി വരുമ്പോൾ പിന്നെ ഞാൻ അയാളെ കണ്ടു. അയാൾ എൻ്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. ഒന്ന് മുസ്ലിമാണ്. ഞാൻ എന്തെല്ലാം വിശേഷങ്ങൾ. അപ്പോൾ അയാൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അടുത്ത ലോഡിനാണ് അത് വരക്കുന്നത്. ഈ ലോഡ് കണ്ടിട്ട് പടച്ചോനെ ഇയാൾക്ക് ഈ ലോഡ് കിട്ടരുതായിരുന്നു വിചാരിച്ചാൽ ഞാൻ ദ്വേർക്കുന്നത്, അയാൾ ദ്വേർക്കുന്നത് പടച്ചോനെ അടുത്ത ലോഡ് വേഗം കിട്ടണമെന്ന്. അപ്പോൾ എന്താ സംഭവം? ഈ ലോഡ് ഇറക്കിയാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ള ചിന്ത ഉണ്ടായപ്പോൾ പിന്നെ കിട്ടണമെന്നാണ്. അതാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് കിട്ടുമെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു വിഷമമില്ല. എപ്പോഴും എല്ലാം പ്രതിഫലം. ഒരിക്കൽ പ്രസവിച്ചാൽ പിന്നെ പ്രസവിക്കും, പ്രസവത്തിൻ്റെത് അറിയെങ്കിൽ. അപ്പോൾ അത് പിന്നെയും തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? പ്രതിഫലം പ്രതീക്ഷ ഉള്ളത് കൊണ്ടും. അതാണ്. ഇനി മറ്റൊരു ഭാഗമുണ്ട്, നമ്മൾ പറയേണ്ടതില്ല. ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടൊരു വശമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്ത് സമയത്തും എന്ത് വരണം? ഇൻകാന യഖ്തുറു ബിഖൽബിക മിനൽ ജുമുഅത്തിൽ ലത്തി തഅതീനി. എൻ്റെ അടുത്ത് വന്ന് ഈ വെള്ളിയാഴ്ച മുതൽ ഇലൽ ജുമുഅത്തിൽ ഉഖ്റാ ശൈഉൻ ഗൈറുല്ലാഹി തആല.
അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹു അല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതി നിൻ്റെ മനസ്സിൽ വരുന്നതെങ്കിൽ ഫഹറാമുൻ അലൈക്കാൻ തീർത്തിയും ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരില്ല ഹറാമാണ്. പിന്നെ അപ്പോൾ എന്ത് സാധനം ചിന്തിക്കുമ്പോൾ അതിപ്പം അങ്ങോട്ട് കണക്റ്റ് ആകണം പഠിച്ചവൻ്റെ അടുത്ത്. ഇപ്പോൾ കണക്റ്റ് ആകാത്തൊരു സാധനമില്ല. ഒരാൾ ബാത്റൂമിൽ പോവുകയാണ്, ബാത്റൂമിൽ പോവുക എന്ന് പറയുന്ന സാധനം എന്താ സംഭവം? ഒരു ദിവസം നാദാപുരത്തുള്ള ഒരു ആചാര്യർ ഞാൻ ഈ വിഷയം ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ എന്നോട് ഭയങ്കര സംഭവം നിങ്ങളെ പറഞ്ഞ പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അതായത് ഞാൻ പറഞ്ഞായിരുന്നു യൂറിനൈസ് ചെയ്യുന്നത് ഭയങ്കര നിയമത്തല്ലേ, അതിൻ്റെ വലുപ്പം അറിയോ, ആ പ്രോസസ്സസ് എന്താണെന്നറിയാം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ സാധാരണ ഭയങ്കര തിരക്കിൻ്റെ ആളായി ആചാര്യൻ. അയാൾ ഫുള്ള് ഇരുന്ന് വന്ന് കയ്യോളം ഇരുന്നിട്ട് റമദാനിലെ പ്രസംഗം എല്ലാ ദിവസവും 1 മണിക്കൂർ ഓരോ വിഷയം പ്രസംഗിക്കും, ചുരുങ്ങാത്ത കറക്റ്റ് ആ വിഷയം മാത്രം സംസാരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് കാത്തുനിന്ന് അയാൾ വന്നു. അയാൾ നല്ല വിവരമുള്ള ആളാട്ടോ, അത്യാവശ്യം എല്ലാ പുസ്തകങ്ങളും കേൾക്കും, വായിക്കും, പഠിക്കുകയൊക്കെ ചെയ്യുന്നൊരാൾ. ഇയാൾ എന്നോട് ഭയങ്കര സംഭവം. ഞാൻ ചോദിച്ചു എന്താണ്? അയാൾക്കൊരു ദിവസം മൂത്രം ബ്ലോക്കായി. അങ്ങനെ ആംബുലൻസിൽ കോഴിക്കോട് ബേബി കൊണ്ടുപോയി. എന്നിട്ട് അയാൾ പറഞ്ഞാൽ എനിക്കിപ്പോഴും അതിൻ്റെ കറക്റ്റ് മനസ്സിലായിട്ടില്ല. അയാൾ പറഞ്ഞു 8 ഡോക്ടർമാരിരുന്ന് ഡിസ്കസ് ചെയ്യാണ്. അയാൾ ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇയാൾക്കറിയില്ല, അത്രയും സീരിയസ് ആണ് വിഷയം. അപ്പോൾ അവരെ നേതൃത്വത്തിൽ ഒരു നേഴ്സ് വന്നു, എന്നിട്ട് നേരെ വയറിൽ നിന്ന് സൂചി ഇറക്കിയിട്ട് മൂത്രം. അയാൾ പറയാം അപ്പോൾ അതങ്ങ് ഒഴിഞ്ഞു പോയപ്പോൾ ഞാനനുഭവിച്ചൊരു സുഖം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സുഖം തന്നെയാണ്. അതങ്ങ് ഒഴിഞ്ഞു പോയപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂറിനൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറഞ്ഞെടുത്തൊന്നുമില്ല, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് വിലയാണ് ഒരു യൂറിനൈസ്. അപ്പോൾ ഒരു യൂറിനൈസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഗുഫ്രാനക അൽഹംദുലില്ലാഹ്, ഇത്രയും നിയമത്ത് വന്ന പഠിച്ചോനെ ഗുഫ്രാനക്ക് പുറത്ത് തരണേ, ശിക്ഷിക്കും ചെയ്യാതെ. കാരണം എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത് എന്നുള്ളത് ആർക്കും മെഷീനറി വർക്കൗട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ ബ്ലഡിൽ നിന്ന് ഇത് മാത്രം എടുത്ത് എന്നിട്ട് യൂറിത്രയിലൂടെ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത അത്രയും സമയം സ്റ്റേ ചെയ്യാൻ സൗകര്യം തന്ന്, വരുമ്പോഴേക്ക് പോയിപ്പോലല്ലോ, അത്രയും സൗകര്യം തന്ന് എന്നിട്ട് അപ്പോഴേ പോകുന്നുള്ളൂ. ഇതെന്തൊരു നിയമത്താ! അതെങ്ങാനും ആ യുറീത്രയുടെ അല്ലെങ്കിൽ ബ്ലാഡറുടെ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഈ ലാസ്റ്റത്തെ പൊസിഷൻ, ഈ പൊസിഷനിൽ ഏതെങ്കിലും ഒരു മസിൽ പോയാൽ മതി, പിടിച്ചാൽ നിൽക്കില്ല. അടുത്ത് ഒരു നല്ലൊരു ആചാര്യ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഉമ്മാനെ അവർ എവിടെ ഇറങ്ങാൻ സംഭവിക്കുന്നത്, എന്താ വലിയ ഉമ്മയാണ്, അജ്ജുമ്മയാണ്, വലിയ പ്രായമുള്ള ആൾ. പാഡ് വെച്ച് കൊടുക്കുകയായിരുന്നു, കാരണം മൂത്രം പോയെന്ന് അറിയുന്നില്ല. അപ്പോൾ സോഫയിൽ മറ്റൊക്കെ ഇരുന്നാൽ നാറിയിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ പാഡാണെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുമുണ്ട്. പാഡാണെങ്കിൽ ഇവരറിയാതെ എവിടെയും കഴിച്ചു വെക്കുകയും ചെയ്യും, കാരണം ഇടങ്ങാറായിട്ട്. ഭയങ്കര അതാപാണ്, അവരും അതാപാകാണ്, മക്കളും അതാപാകാണ്. നല്ല വീട്, അടിപൊളി വീടാണ്, പക്ഷെ നാറിയിട്ടെടുക്കാൻ പറ്റുമോ? ഭയങ്കര അതാണ്. അപ്പോൾ അത്രയും സാധനമുള്ളൂ. അതായത് ഇത്ര പോകുന്നൊരു ഞരമ്പിനുള്ള മസിൽ, ആ മസിലൊന്ന് ശോഷിച്ചു പോയാൽ ഭയങ്കര സംഭവം തന്നെയാണ് പടച്ചോനി കാണിച്ചു കൂട്ടുന്ന സാധനം. അപ്പോൾ ഗുഫ്രാനക അൽഹംദുലില്ലാഹ്, ഗുഫ്രാനക എന്നുള്ള ദിക്റൊക്കെ അങ്ങനെ ചൊല്ലിത്തീരുന്ന ദിക്റൊന്നുമല്ല. ഗുഫ്രാനക അൽഹംദുലില്ലാഹ്. അപ്പോൾ നിഅമത്തുകളുടെ ഒരു ലോകമാണ് അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാകുന്ന ഒരാളെപ്പറ്റി ആ കൽബിൽ ഇനിയൊന്നും വരാതെ അവൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്ത ധൈര്യത്തിലും കൂടി എന്ത് പറയുന്നതെന്നറിയോ? ഫഹറാമുൻ അലൈക്കാൻ തീർത്തിയനി, അള്ളാഹ് അല്ലാത്ത ചിന്ത വന്നിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോൾ ഒരു ബാത്റൂം പോയാലും ചിന്ത അള്ളാഹുവാണ്. ഒരു സ്ഥലത്തും മഹത്വത്തിനെതിരില്ല, എല്ലായിടത്തും മഹത്വം മാത്രമേ ഉള്ളൂ. അതായത് ഒരു നജസ്സായി പുറന്തള്ളുന്നൊരു സാധനം എങ്ങനെയും നജസ്സായി പുറന്തള്ളുന്നത് എന്തൊരു അതായത് ആമാശയത്തിൽ വെച്ച് നമുക്കാവശ്യമായ ഈ ആസിഡുകളെല്ലാം ചേർത്ത് എന്നിട്ട് അവിടെ തീരുന്നുണ്ടോ? ഇല്ല. വൻകുടലെത്തുമ്പോൾ വീണ്ടും ചേർത്ത് വീണ്ടും പ്രോസസ്സിങ് ചെയ്ത് എന്നിട്ട് അബ്സോർവ് ചെയ്ത് എന്നിട്ടത് എക്സസ് ചെയ്ത്, എന്തൊരു സംഭവമായത്! അങ്ങനെ കൊണ്ടുവരുന്നൊരു സാധനം ഒരു ഫാക്ടറിക്ക് സാധിക്കും ഇത്ര കണ്ടീഷനിൽ? കഴിയില്ല. ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒറ്റ ബോഡിയിൽ നിന്ന് നടത്തുന്ന സാധനം ഒരു ഫാക്ടറിക്ക് കഴിയില്ല. ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു ഫാക്ടറിക്ക് അത്ര പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഹ്യൂമൻ ബോഡി ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാകുന്നൊരു മനുഷ്യന് അപ്പോഴും അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്ന ചിന്തയില്ലാത്തൊരു സമയം, വഹാദ തജറുദു ലാ യഹ്സുലു ഇല്ലാ മഅ സുദ്ഖിൽ ഇറാദത്ത്. ഈ ചിന്ത എപ്പോഴാണ് കിട്ടുകയെന്നറിയോ? സുദ്ഖുൽ ഇറാദത്ത് വേണം, ഇൻറ്റൻഷൻ.
ഇന്നലെ ഞാൻ പറഞ്ഞ അതുകൊണ്ട് സിദുക്കുൽ ഇറാദത്ത്. നമ്മൾ ഇതിങ്ങനെ നാവുകൊണ്ട് വെറുതെ പറഞ്ഞ് മിനൽ ലിസാനി ഇല്ലൽ ലിസാനി ആകരുത്, മിനൽ കൽബി ഇലൽ കൽബാകണം. എന്ത് ഞാനിപ്പോൾ പറയുന്നു, നമ്മൾ ഹാപ്പി സോണിൻ്റെ ആക്ടിവിറ്റി ചെയ്യുന്നത് അള്ളാഹുവാണ്, ലില്ലാഹിയാണ്, സെൽഫ് ലവിങ്ങിൻ്റെ ഭാഷ പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ്. അത് നാവുകൊണ്ടാകരുത്, ഉറപ്പ് വേണം, കൽബിൽ ഉറപ്പ് വേണം, കൽബിലത് ഉറപ്പ് വേണം. നമ്മളെ കൂടെ ഇവരെയും കൂടെ കൂട്ടുന്ന അവരിത് കേൾക്കാനാണ്. എന്ത് നമ്മളിത് ചെയ്യുന്നത് തൽക്കാലം ആൾക്കാരുടെ ഇടയിൽ നമുക്ക് വിമർശനമൊന്നും വരരുത്, രക്ഷപ്പെടണം. അങ്ങനെ ആൾക്കാരെ പടച്ചോനെന്നുണ്ടെങ്കിൽ പണിയെടുക്കണ്ട. ആൾക്കാരെ പടച്ചോനെന്നുള്ളത് അവരെ മതമാണ് നമ്മുടെ ഇത് വിഷയം, അവരുടെ ദമ്മാണ് നമ്മളെ പേടിയെങ്കിൽ പണിയെടുക്കണ്ട. ഇവരെ അബുദായിട്ട് ഇങ്ങനെ ജീവിക്കാം. മനുഷ്യന്മാരാണ് നമ്മളെ ഈ പടച്ചോനെങ്കിൽ ഇവരെ അബുദായിട്ട് ഇങ്ങനെ. അതേസമയത്ത് പറയുന്നത് എന്തായിരിക്കണം? ഹാദ തജറുദ്, നമ്മൾ ഇത് ചെയ്യുന്നത് എന്തുമാത്രമാണ്? സുദ്ഖുൽ ഇറാദത്ത്, നല്ല പൊന്നുപോലത്തെ മനസ്സുകൊണ്ട് തീരുമാനിക്കണം. എന്ത് നമ്മളിലില്ലാഹിയാണ് ഈ ചെയ്യുന്നത്, ആ ഉറപ്പോടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കാണുമോ? ഹാദ തജറുല്ല യഹ്സുലു ഇല്ലാ മഅ സുദ്ഖിൽ ഇറാദത്തി വസ്തീലാഇ ഹുബ്ബില്ലാഹി തആല അലൽ ഖൽബ്. അള്ളാഹുവിൻ്റെ ഹുബ്ബ് കൽബിലങ്ങോട്ട് അഡിക്റ്റാകണം, അടിച്ച് കയറണം. ആ ഹുബ്ബ് കൽബിൽ അടിച്ച് കയറണം. ഹത്ത യകൂന ഫി സൂറത്തിൽ ആഷിഖിൽ മുസ്തഹ്തിർ, ഒരാഷിഖിനെ പോലെ ആകണം. എന്ത് ചെയ്യുമ്പോഴും അവനക്കപ്പോഴും അള്ളാഹു. ഒരു പള്ളിയിൽ പോയി, പള്ളി അടിപൊളി, ജമാഅത്ത് സൂപ്പർ, ഖിറാഅത്ത് സൂപ്പർ. അപ്പോൾ ആ ഇമാമ് സൂപ്പർ അല്ല, ആ ഇമാമിനെയും ഈ പള്ളിയെയും ഇതിങ്ങനെ ഡിസൈൻ ചെയ്താൽ അതിൻ്റെ ഒരു വസറു സാദാത്ത് ഞങ്ങളെ കൽബിലതിട്ട് അയിട്ട പടച്ചോൻ ഭയങ്കര സൂപ്പർ. ആ പടച്ചോൻ ഭയങ്കര സൂപ്പർ. ഒരു സുഹൃത്ത് ചെന്ന് ഇതിങ്ങനെ സംഭവമായി, ഇപ്പം ആ മോൻ്റെ ബുദ്ധി ഭയങ്കര, എന്തോ എൻ്റെ ബുദ്ധി, അതെവിടത്തേക്ക് പോകണം? അതാണ് ആഷിഖ് അൽ മുസ്തഹ്തിർ. ആ ആഷിഖായിട്ട് എന്ത് ചെയ്യണം? അതങ്ങ് ഉടഞ്ഞു പോകണം, അല്ലെങ്കിൽ ഉടഞ്ഞ് ചേർന്ന് പോകണം. അങ്ങനെ ആയിരിക്കും. അല്ലതി ലൈസലഹു ഇല്ല ഹമ്മും വാഹിദ്, എന്ത് പോയാലും ഒരു ഹമ്മിലേക്ക് പോകണം, ഒരു തീരുമാനം, ഒരു ചിന്ത. അതാണ് ഹമ്മും വാഹിദ് എന്നാണ്. എന്ത് കാണുമ്പോഴും പടച്ചോൻ. എല്ലാം കൂടി ഒരു ആശുപത്രി പോയി നോക്കുമ്പോൾ അടിപൊളി ആശുപത്രി, പിന്നെ തുടക്കം മുതൽ അവസാനം വരെ ഏറ്റുകൊടുക്കുന്ന ആശുപത്രി, എല്ലാം സംഭവം, എല്ലാം സൂപ്പർ, എല്ലാം ടെക്നോളജി ഉഷാർ, ഈ ഡോക്ടർ ഉഷാർ. എന്ത് ഡോക്ടർ ഉഷാർ? ഇങ്ങനൊരു സംവിധാനം ചിന്തിക്കാൻ തൗഫീഖ് കൊടുത്ത അള്ളാഹു ഉഷാർ. അള്ളാൻ്റെ ഒരു ഭരണം ഭയങ്കര സംഭവം തന്നെയല്ലേ. അങ്ങനെ പോകണം. അതാണ് ആ മനസ്സിലേക്ക് പോകണം. ഫൈദാഖാന കദാലിക അൽസമഹു ഷെയ്ഖു സാവിയത്തൻ യംഫരിദു ബിഹാ വയുവക്കിലു ബിഹി മൻ യഖൂമു ലഹു ബിഖദ്രി യസീരിൻ മിനൽ ഖൂത്തിൽ ഹലാൽ. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അതിന് ഫിക്റ് കൂടുമെങ്കിൽ ഭക്ഷണം കുറച്ച് ഭക്ഷണം മതി. ഭക്ഷണമാണ് ഇതിൽ നിന്ന് തിരിക്കുന്നതെങ്കിൽ അത് കുറച്ച്. അപ്പോൾ നമ്മളെ ഇതിൽ നിന്ന് തിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് അവനൊരു സാവിയയിൽ ഇരുത്തുകയാണ്, അവനൊരുത്തലിരുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കൊടുക്കും, ഫിക്റ് തീർത്തു. ഇത് അവനെ പരിശീലിപ്പിക്കും. അതിൻ്റെയും കുറച്ചും കൂടി മേലെ പരിശീലനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലായിടം ഇറങ്ങുക, പണിയെടുക്കുക, എല്ലാവരുടെ ഇടയിലും പോവുക. പക്ഷേ ഫിക്റ് തന്നെ അതാണ് ഏറ്റവും വലുത്. ഫൈദാനക്ക് അൽജമഹു ഷെയ്ഖു സാവിയത്തൻ യംഫരിദു ബിഹ, ഒറ്റയ്ക്ക് വയുവക്കിലു ബിഹി മൻ യഖൂമു ലഹു ബിഖദ്രി യസീരിൻ മിനൽ ഹലാൽ. അവനക്ക് ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുക, അവനക്ക് വേണ്ട മാത്രം കൊടുക്കുക. ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഫിക്റ് വേണ്ട, ഭക്ഷണം ആലോചിച്ചൊന്നും എവിടെയും പോകണ്ട, ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കും, നിർത്തി കൊടുക്കുന്നു. ഫൈന അസുല ത്വരീഖ് ദീനി അൽ ഖൂത്തുൽ ഹലാൽ, എപ്പോഴും ഹലാലായിരിക്കണം. നമ്മൾ ഹാപ്പി സോണിൻ്റെ ബേസ് ഇടുമ്പോൾ നമ്മളെല്ലാവരോടും എപ്പോഴും പറയുന്നൊരു സാധനം, ഒരു രൂപിക തൃപ്തിയില്ലാത്തത് നമ്മൾക്ക് വരരുത്. ഇനി തൃപ്തിയായിട്ടില്ല എന്ന് പറയുന്നത് റിട്ടേൺ. തൃപ്തിയായിട്ടില്ല എന്ന് തോന്നുന്നു, എന്ത് ഹക്കാണെങ്കിൽ പോലും തൃപ്തിയായിട്ടില്ല എന്ന് തോന്നുകയാണ് റിട്ടേൺ വേണ്ട. അത് നമ്മൾ അസുലാണ്. നമുക്ക് ഒരു കറാഹത്തോ ഒരു ശുഭഹത്തോ ഉള്ള സാധനം നമുക്ക് വേണം. നമ്മൾ ഇതുവരെ എവിടെയും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് അങ്ങോട്ടിട്ട് എടുക്കാൻ പ്ലാനും ഇല്ല. എന്ത് മറ്റൊരാളുടെ ഹക്ക് അത് വേണ്ട. അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രം. വൈന്ദ ദാലിക യുലഖിനുഹു ദിക്റൻ മിനൽ അദ്കാർ, അവിടെ ഒരു ദിക്റ് കൊടുക്കും, ദിക്റ് കേൾക്കും. എന്തിനാ? ട്രിഗർ, ഒരു ദിക്റ് ചൊല്ലിച്ചു കൊടുക്കും. അങ്ങനെ ചൊല്ലിച്ചു കൊടുക്കും. ഹത്താ യുശ്ഗില ബിഹി ലിസാനഹു വഖൽബഹു ഫയജ്ലിസു വയഖൂലു മസല അല്ലാഹ് 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 അല്ലാഹ്. ഒരു ദിക്ർ
അപ്പോൾ എന്നിട്ട് അതെപ്പോഴും ചൊല്ലുന്നു. അപ്പോൾ നമ്മളൊരിയാതെയാണെങ്കിലും മറ്റു സംഗതികളാണെങ്കിലും ഒക്കെ അതിൽ ശുഗലാകുന്നത് അതൊരു ട്രിഗറായിട്ട് എന്ത് വരുമ്പോഴും അത് സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്താണോ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലിച്ചു കൊടുക്കും. ഔമാ യറാഹു ഷെയ്ഖു മിനൽ കലിമാത്ത്, ഷെയ്ഖിൻ്റെ അഭിപ്രായം എന്താണോ അത് ചൊല്ലിച്ചു കൊടുക്കും. ഫലാ യസാൽ യുവാലിബു അലൈഹി ഹത്തായി തസ്കുത്ത് ഹറക്കത്തുൽ ലിസാൻ. അങ്ങനെ ചൊല്ലി 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 പിന്നെ നാവുകൊണ്ട് ചെല്ലുമ്പോൾ അപ്പുറം മതിയാകുന്നില്ല. ഞാൻ നേരത്തെ അൽഫ് പറഞ്ഞില്ലേ, അപ്പോൾ നാവുകൊണ്ട് ചെല്ലുമ്പോൾ മതിയാകുന്നില്ല. ഫതക്കൂനുൽ കലിമത്തു കഅന്നഹ ജാരിയത്തുൻ അൽ ലിസാൻ മിൻ ഗൈരി തഹരീക്ക്. പിന്നെ നാവ് കൊണ്ട് ചെല്ലുന്നില്ല, പക്ഷേ അത് ഉറക്കത്തായാലും ഇങ്ങനെ കൽബിൽ നടക്കുന്നുണ്ട്. കുറച്ച് പേര് ഇങ്ങനെ ഉണർന്നെടുക്കും, അപ്പോഴും അത് കൽബിൽ നടക്കുന്നുണ്ട്, റെഡിയാണ്. അതങ്ങനെ അങ്ങനെ നടക്കും. ഒരു ദിവസം ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചധികം സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കണം. അപ്പോഴും ചൊല്ലൽ പ്രാക്ടിക്കൽ അല്ലാത്തൊരു സമയം ഉണ്ടെങ്കിൽ അപ്പോഴും കൽബിൽ എന്ത് നടക്കും, ഇത് നടക്കും. സുമിന് വൈദി തഹരീക്കും സുമല യസാലു യുവാലിബു ഹത്താ അത് പറഞ്ഞല്ലോ. സുമല യസാലു കദാലിക ഹത്താ യഹ്മിയ അനിൽ ഖൽബി ഹുറൂഫുൽ ലഫ്ളി ഫസൂറത്തുഹു. പിന്നെ അതൊരു ഹറാറത്തായി മാറുന്നു. അതായത് കൽബിന് ഒരു തണുപ്പ് പിടിക്കുമ്പോൾ ഇത് കൽബിൽ വന്ന ചൂടായി, ഒരു തണുപ്പ് പിടിക്കുമ്പോൾ ഇത് വന്ന ഹറാറത്ത് കിട്ടി, ഇത് ചൂട്, അതെന്തായി, അതൊരു ഫത്തബുക്ക ഹഖീഖത്തു മഅനാഹു ഫത്തബുക്ക ഹഖീഖത്തു മഅനാഹു ലാസിമത്തൻ ലിൽ ഖൽബി ഹാദിറത്തൻ മഅഹു ഗാലിബത്തൻ അലൈഹി ഖദ് ഫറഗ അൻ കുല്ലി മാ സിവാഹു. അപ്പോൾ അവിടെ മഅന അവശേഷിക്കുകയാണ്. എപ്പോഴും മഅന അവശേഷിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഞാൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധ, പഠിക്കുമ്പോൾ ഹുറൂഫും മഖ്റജും ഒക്കെ ശ്രദ്ധിച്ചു. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഹുറൂഫും ഇതുമല്ല, എന്ന മായനയാണ് പോകേണ്ടത്. മായന സൂറത്തിൻ്റെ മായന, ആ ദിക്റിൻ്റെ മായന, അതിൻ്റെ ആശയമാണ് കൽബിൽ പതിയുന്നത്. പഠിക്കുമ്പോൾ നേരെ ഒരാളെടുത്ത് ചൊല്ലിക്കൊടുത്തിട്ടൊക്കെ നേരെയാക്കുമ്പോൾ അവിടെ നിങ്ങൾ തജ്വീദും ഹുറൂഫും മഖ്റജും സിഫത്തും ഒക്കെ ക്ലിയറാക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും. ഹാളിറത്തൻ മഅഹു ഗാലിബത്തൻ അലൈഹി. ആ ആശയം കൂടെ ഉണ്ടാകണം, അതിങ്ങനെ ഗാലിബാകണം. ഗാലിബാകണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തികട്ടി വരണം. അഥവാ വല്ലപ്പോഴും ഒന്ന് മങ്ങിപ്പോയാൽ അപ്പോൾ അതും കൂടി വരണം, തിരിച്ചു വരണം. ആശയം, ചൊല്ലുന്ന ദിക്റുകളുടെ ആശയം കൽബ് നിറയണം. ഖദ് ഫറഗ അൻ കുല്ലി മാ സിവ. ബാക്കിയെല്ലാം വേവേ മാഞ്ഞു, ഇതിങ്ങനെ പിന്നെയും പിന്നെയും തേട്ടി വരും. ബാക്കിയൊക്കെ വേവേ മാഞ്ഞു പോകും. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ യാദൃശ്ചികമായി എന്ത് സംഭവിച്ചു, ഒരു പ്ലാന് യാദൃശ്ചികമായി മാറി. എന്താ പറയുക, പിന്നെ നമ്മളൊരു 4 ആൾ എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് പോകണമെന്ന് തീരുമാനിച്ച സമയം എന്ത് ചെയ്തു, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ മാറിയപ്പോൾ ഒരാൾ അങ്ങാടിയിലായി. 3 മണിക്കൂർ അങ്ങാടി. 3 മണിക്കൂർ അങ്ങാടിയിലാകുമ്പോൾ എന്ത് ഫിക്കർ വരരുത് എന്നറിയാം. ഞാൻ അങ്ങാടിയിൽ പോയി ആയിപ്പോയല്ലോ എന്ന് ഫിക്കർ വരരുത്. പക്ഷെ നമ്മൾ അങ്ങാടിയിലാകാൻ തീരുമാനിക്കരുത്, അങ്ങാടി പോയി നിൽക്കാൻ തീരുമാനിക്കരുത്. പക്ഷെ അങ്ങാടി പോയി ആയാൽ പിന്നെ ബേജാറുണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്യണം, അഹമ്മ കളയണം. അവിടെ അത് കാരണം എന്താ, അപ്പോഴും തികട്ടി എന്ത് വരണം എന്നറിയാമോ, നമ്മളെ മക്സൂദ് എന്താ. ഇനി വേറൊന്നും പറയണ്ട, ഇന്നലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ചിന്തിക്കാൻ പറ്റുമോ? പുറത്തും ചൂട്, അകത്തും ചൂട്. ഇത് തൊട്ട് നോക്കുമ്പോൾ ഇത് പൊള്ളുന്നു. ഇനിയിപ്പോൾ ഇത് എവിടെയാ ചിന്തയും നടക്കൂല, ഒരു സാധനം നടക്കാത്ത മട്ട്. എന്ത് ചെയ്യും? സാരമില്ല, നമ്മളിത് ലക്ഷ്യം വെച്ച് വന്നില്ലേ, ലക്ഷ്യം റെഡിയല്ലേ. എന്തായാലും ഇതിപ്പോൾ ഒരു ദിവസം 2 ദിവസം ഇങ്ങനെ തന്നെ ആയി നോക്കാം. എന്നാലും നമ്മളെ സാധനം പൊട്ടി വീണൊന്നും പോകില്ലല്ലോ, മുന്നോട്ടിനിയും പോകാമല്ലോ. പിന്നെ എന്തിനാ ബേജാറ്? അല്ലാതെ അതിന് മുഷിഞ്ഞിട്ട് കാര്യമുണ്ടോ? മുഷിയുന്നതിന് പകരം ചിലപ്പോൾ ഒരു ബേജാറൊക്കെ വരുമ്പോൾ അത് തിരിച്ച് കയറണം വേഗം. അതാണ്, അത് തിരിച്ച് കയറണം. ആ ഒരു മായന തിരിച്ച് കയറണം. അതാണ് എന്ത് പറഞ്ഞതെന്നറിയോ, ഖദ് ഫറഅ കുല്ലി മാ സിഫാഹു. ബാക്കിയെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് പോകണം. അത് ഫാരിയായിട്ട് ഇതേക്ക് കയറണം. നമുക്ക് കയറും തീരെ ഒന്നും അറിയാത്ത മട്ടാകരുത്, വരണം, വന്ന് തിരിച്ച് കയറണം. അതാണ് റൂട്ട്. അപ്പോൾ ഫൈദസ്തഗല ലിഅന്നൽ ഖൽബ ഇദാ ശഗല ബിശൈഇൻ ഖല അൻ ഗൈരിഹി ഐ ശൈഇൻ കാന. ഏതെങ്കിലുമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അല്ലാത്തൊരു സാധനം കൽബിൽ വന്നാൽ
ഫൈദസ്തഖല ബി ദിക്രില്ലാഹി തആല വഹുവൽ മഖ്സൂദ്. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ട് ദിക്റിലേക്ക് പിന്നെയും തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കുന്നവർ ഖലാ ലാ മഹാലത്താൻ വൈരിഹി, അപ്പം മാറും. ഞാനിനി പറയുന്ന ഒന്ന് ഹൈലൈറ്റ് ചെയ്യണേ, അണ്ടർലൈൻ ചെയ്യണേ. വലിയൊരു ഹമ്മ് വന്നു എന്ന് വെക്കുക. അള്ളാഹു നമുക്ക് എപ്പോഴും ഹിഫ്ള് നൽകട്ടെ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒസാലിമാമ് പറയാനല്ലാതെ എൻ്റെ വക പറയാൻ എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഒസാലിമാമ് പറഞ്ഞ ഈ ഒരു സംഗതി കൽബിലുണ്ടോ? ഉണ്ടെങ്കിൽ വലിയൊരു ഹമ്മ് വരികയാണ്, അപ്രതീക്ഷിതമായ ഭയങ്കര ലോഡുള്ളൊരു ഹമ്മ് വരികയാണ്. ആ ഹമ്മ് വന്നാൽ നമ്മൾ ഇന്ന് ഇവിടുന്ന് തയ്യാറാക്കിയ ഒരു ദിക്ർ നമ്മളിപ്പോൾ ഒരു റിയാദ് ഏറ്റെടുത്തില്ല, അതല്ലെങ്കിൽ നമ്മളെ വിർദുന്ന വഴി, അതല്ലെങ്കിൽ അങ്ങനെ നമ്മുടേതായ സാധനം നമ്മളും ഇതും തമ്മിൽ ചേർന്ന ഒരു ദിക്ർ. ഞാൻ പറഞ്ഞല്ലോ ജാവിയയിൽ ഇരുത്തിയിട്ട് അല്ലാ 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 അല്ലെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞല്ലേ, ആ സംഗതി എടുത്ത് നിങ്ങൾ ചൊല്ലിക്കോ. അപ്പോൾ ഖലാ ലാ മഹാലത്ത അൻ വൈരിഹി, അപ്പം മാറും. ഖലാ ലാ മഹാലത്ത അൻ വൈരിഹി എന്ന് പറയുമ്പോൾ ഖലാ അൻ വൈരിഹി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഖലാ ലാ മഹാലത്ത അൻ വൈരിഹി ഉറപ്പാണ്, നിസ്സംശയം. ഇതെല്ലാം അനുഭവമാണ്, നിങ്ങളിൽ നടന്ന അനുഭവങ്ങളാണ് ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്നതൊക്കെ, അല്ലാതെ ഇനി നടക്കുന്നല്ല. ഒക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അനുഭവിച്ചതാണ്. അത് നമുക്കൊരു കൗതുകമൊന്നും തോന്നലില്ല അങ്ങനെ നടക്കുമ്പോൾ. ഇൻഷാ അല്ലാഹ് വഇൻദദാലിക യൽസമുഹു അൻ യുറാഖിബ വസാവിസൽ ഖൽബി വൽ ഖവാതിരില്ലത്തി തതഅല്ലഖു ബിദ്ദുനിയ. അവിടെ എന്ത് ചെയ്യുന്നറിയോ? വഇൻദദാലിക യൽസമുഹു, ഇവിടെ മസ്റ്റാണ്. ശ്രദ്ധിക്കണേ, ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിക്കണേ. യൽസമു ഇൻദദാലിക്, ആ സമയത്ത് നിർബന്ധമാണ് അൻ യുറാഖിബ്, ഒരു നിരീക്ഷണം വേണം, അനലൈസിങ്. എന്താ? വസാവിസൽ ഖൽബി വൽ ഖവാതിർ. വസാവിസുൽ ഖൽബ് എന്താണെന്നറിയോ? നമ്മളെ കൽവിലിടക്കൊരു ഹമ്മ്, എന്താ ഇങ്ങനെ മറ്റങ്ങനെ ആയാലും ഇങ്ങനെ വരിക എന്നുള്ളതാണ് അതിൻ്റെ നോർമൽ. അത് അസുലൻ നോർമലാണ്, അതിൻ്റെ റെഡിയാണ്, കറക്റ്റ് റൂട്ടാണ്. പക്ഷെ അന്നേരം എന്ത് ചെയ്യണമെന്നറിയോ? ജസ്റ്റ് അൻ യുറാഖിബ്. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ഹമ്മായി കിടക്കരുത്. ഹമ്മ് തുടങ്ങുമ്പോൾ എന്തിനാ ഹമ്മ്? അയ്യുറാഖിബ. എന്തിനിപ്പോൾ ഹമ്മിൻ്റെ അയ്യുറാഖിബ, എന്തിനെങ്ങനെ ഹമ്മിൻ്റെ കാര്യം? എന്തിപ്പോൾ ഹമ്മാകാൻ എന്താ ഉള്ളത്? ഹമ്മാകലെപ്പോഴാണ് നമ്മളെടുത്ത് നെഗറ്റീവ് നമ്മൾ ബോധപൂർവം ചെയ്താലാ അതുണ്ടായി തിരുത്തുക. അല്ലെങ്കിൽ എന്തിനാ ഹമ്മ്? മക്കൾ ശരിയില്ല, ഭർത്താവ് ശരിയില്ല, ഭാര്യ ശരിയില്ല, മറ്റേ ആൾ ശരിയില്ല, ശിഷ്യൻ ശരിയില്ല, മറ്റേ അതിൻ്റെ ആൾ ശരിയില്ല, അതിനെന്തിനാ നമ്മളെ ഹമ്മന്തിനാ? ആദ്യം വന്നേക്കാം. എന്താ അറിയോ? നമ്മൾ അതിൽ പെടുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മളെന്തിനാ അതിന് പോകുന്നത്? അപ്പോൾ അയ്യുറാഖിബ് ഫസ്റ്റ് എന്ത് ചെയ്യുക? അയ്യുറാഖിബ്, അയാൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അയാൾ മുറാഖബയിലേക്ക് പോകണം. എന്നിട്ട് എന്ത് വരണം? അയ്യുറാഖിബ ഇൻദദാലിക വസാവിസൽ ഖൽബി, ആ വസുവാസുൽ ഖൽബിൽ നിന്നും പോകണം. പിന്നെന്ത് ചെയ്യണം? അയ്യോ ഓക്കെ. വൽ ഖവാത്തിർ നിന്നും മാറണം കേട്ടോ. അവിടെ വസാവിസിൽ നിന്നും മാറണം, ഖവാത്തിറും മാറണം. ഖവാത്തിർ എന്താ? ഖവാത്തിർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബിൽ പ്രധാനമായി വരുന്ന അല്ലാത്ത ചിന്തകൾ, പ്രധാനപ്പെട്ട ഖാത്തിർ. പ്രധാന ചിന്ത എന്താ? പ്രധാന ചിന്ത ഇപ്പോൾ ഇതിൽ അള്ളാഹു എന്നതില്ലാത്ത ചിന്ത. അള്ളാഹു എന്നതില്ലാത്ത ചിന്ത എന്താ? എനിക്ക് അവിടെ അത് ഇപ്പം എന്ത് ചെയ്യാണ് നമ്മൾ? ഉദാഹരണത്തിന് മംഗലാപുരത്തേക്ക് പോവാണ്, ട്രെയിൻ കറക്റ്റാണോ എത്തുക? അതിങ്ങനെ ആദ്യമേ തന്നെ കൂടരുത്. ലേറ്റാവോ അല്ല ചെയ്യുക, അവിടുന്ന് ഫാരിയാകണം. അതിൽ കുടുങ്ങരുത്. അത് മെയിൻ ചിന്തയായി വരരുത്. ഖവാത്തിർ പ്രധാന ചിന്ത എന്ത് വരരുത്? അത് നിരീക്ഷിക്കണം. ഇതാണോ വേണ്ടത്? മാറണം. അതിൽ തിരിച്ചും പറഞ്ഞു. അതിലെന്ത് ചെയ്യരുത്? അതിൽ കൂടരുത്. അല്ലത്തി തതഅല്ലഖു ബിദ്ദുനിയ, അതാ പറഞ്ഞു. ദുനിയാവുമായി ബന്ധപ്പെട്ട അതിൽ കൂടിങ്ങനെ ഇത് പോകരുത്. വമാ യതദക്കറു ഫീഹി മിമ്മാ ഖദ് മളാ അൻ മിൻ അഹ്വാലിഹി വ അഹ്വാലി ഗൈരിഹി. നമ്മളെ അവസ്ഥയും മറ്റുള്ളവരുടെ അവസ്ഥയുമൊക്കെ ബന്ധപ്പെട്ട് അതിൽ കൂടരുത് എന്ന് പറഞ്ഞാൽ സമയത്രേ
ക്യാമൊക്കെ ഓക്കെ ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോരോ സംഗതികൾ ചെയ്യേണ്ട ആൾക്കാരാണ്. എന്താണ്, വീട് നോക്കണം, മക്കൾ വേണം, പിന്നെ വീട് ആവശ്യമുള്ളവരുണ്ട്, സ്വന്തം വീടുണ്ടാകണം, അങ്ങനെ ചെയ്യാനുള്ള ഡ്യൂട്ടികളുണ്ട്. ഈ ചെയ്യാനുള്ള ഡ്യൂട്ടികളൊക്കെ നടക്കണം. അത് നടക്കുമ്പോൾ എന്തിനിതൊക്കെ ചെയ്യുന്നു? വീടുണ്ടാകുന്നത് വീടിന് വേണ്ടിയല്ല. വീടുണ്ടാകുന്നത് എന്തിനാണെന്നറിയോ? നമ്മളിവിടെ ജീവിക്കണം. ജീവിക്കുമ്പോൾ അതൊരു ദായിയാകണം. ദായിയാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഈ ഒരു വിളി, അത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ടൊരു ചുമതലയാണ്. ഈ ചുമതല നമ്മൾ നിർവഹിക്കണം. ഇതാരോടാണ് നിർവഹിക്കേണ്ടത്? ഇത് നിർവഹിക്കേണ്ടത് മനുഷ്യന്മാരോടാണ്. ഇത് നിർവഹിക്കേണ്ടത് മനുഷ്യന്മാരോട്. അത് നിർവഹിക്കണമെങ്കിൽ അവിടെ എന്താ വേണ്ടത്? മനുഷ്യന്മാരോടുള്ള ഈ വീട് നിർവഹിക്കണമെങ്കിൽ ഓൾക്ക് മനസ്സിലാകുന്ന കോലത്തിൽ വേണ്ട. നമ്മൾ ആദ്യം മനുഷ്യന്മാരുടെ ഈ ആശയമായിട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ ആദ്യം അവരെ കോലത്തിൽ ജീവിക്കണ്ടേ? അതായത് നിങ്ങൾ ഒരു വീടുള്ള, എല്ലാവരെപ്പോലെയും വാഹനമുള്ള, എല്ലാവരെപ്പോലെയും കുടുംബമുള്ള അങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം. അതിനു വേണ്ടി അതാകരുത്. വീടുണ്ടാകാൻ വേണ്ടി വീട്, മക്കളുണ്ടാകാൻ വേണ്ടി മക്കൾ, കുടുംബം ഉണ്ടാകാൻ വേണ്ടി കുടുംബം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്താണ്? ഞാൻ അള്ളാഹുവിലേക്ക് അണയുന്നൊരു മനുഷ്യൻ. എൻ്റെ ജീവിതം അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്നൊരു ദായി. അങ്ങനെ ദായിയാകണമെങ്കിൽ മനുഷ്യന്മാരെ പോലെ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഹലാലായ അഥവാ അൽബാഖിയാത്തു സ്വാലിഹാത്ത്, ദുനിയാവിലെ സൗഖ്യങ്ങൾ, വീട്, വാഹനം, ഭാര്യ, മക്കൾ, കുടുംബം, റീന, ഇതുള്ളവനെ ജീവിക്കണം അവരുടെ കൂട്ടത്തിൽ. എന്നിട്ട് അവരോട് പറയണിതാ, അതാണ് ദഅവത്ത്. അപ്പോൾ ആ ദഅവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയായിരിക്കണം. അതിനു വേണ്ടിയായി ജീവിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ മസൂലിയത്ത് എന്താ? നമ്മളെ ഏൽപ്പിച്ചത് ഒന്നാമത് നമ്മളെ ഇതാണ് ഏറ്റവും അത്ഭുതമാണ്. ഈ ശരീരമാണ് അത്ഭുതം. ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? നിങ്ങളെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ക്യാപിറ്റലായി. ഈ ശരീരം നിങ്ങൾ നല്ല ആഫിയത്തിൽ കൊണ്ടു നടക്കണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ മാത്രമല്ല, നിങ്ങളെ മനസ്സ്. ഈ മെറ്റീരിയൽ മാത്രമല്ല നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സും കൂടിയതാണ്. മൈൻഡ്, ബോഡി ആർ വൺ സിസ്റ്റം. നിങ്ങളുടെ മനസ്സും കൂടെ സ്വസ്ഥമായി ജീവിക്കണം. സ്വസ്ഥമായിട്ട് ജീവിക്കണം. നമ്മളെ വിഷയത്തിൽ വിഷമം, നമ്മളെ ഭാവിയിൽ വിഷമം, ഭൂതത്തിൽ വിഷമം, മക്കളിൽ വിഷമം, വീട്ടിൽ വിഷമം, അതാണ് ആദ്യം നിങ്ങൾ കളയേണ്ടത്. ആദ്യം നിങ്ങൾക്ക് കളയാൻ പറ്റേണ്ടത് എന്താണ്? ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്വസ്ഥതയുള്ള ജീവിതം. സ്വസ്ഥതയുള്ള ജീവിതം, ഇതാണ് നമ്മൾ ഉത്തരവാദിത്വം. സ്വസ്ഥതയുള്ള ജീവിതമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സ്വസ്ഥമായ ജീവിതം, അതാണ് നമ്മൾ ഉത്തരവാദിത്വം. എന്തൊക്കെ ഉണ്ട്, അത് കളയുമ്പോൾ തന്നെ ആഫിയത്ത് വരും. ഈ കളയുമ്പോൾ തന്നെ ആഫിയത്ത് വരും. അപ്പോൾ ആദ്യം ജീവിക്കുമ്പോൾ നല്ല സ്വസ്ഥമായ സന്തോഷവും മനസ്സമാധാനമുള്ള ജീവിതം. അവിടെ എന്തൊക്കെ വരും? നമ്മളെ വീട്ടിലുള്ള മുത്തച്ചി, ഇളയച്ചി, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പല ശൈവുണ്ട്. ഇവിടെ എല്ലാം അവരെങ്ങനെയായാലും നമ്മൾ റെഡി ആയിരിക്കണം. അവരെന്തോ ആയിക്കോട്ടെ, അവർ നല്ലോണം പെരുമാറുന്നു, ചീത്ത പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ മധു പറയുന്നു, അല്ലെ ദമ്മ പറയുന്നു, അങ്ങനെ അത് ഉമ്മയായാലും ബാപ്പയായാലും നമ്മളെ മറ്റു ബന്ധുക്കളാണെങ്കിൽ ആര് എങ്ങനെ എന്നത് മാറ്ററല്ല. ആരെങ്ങനെയായാലും നമ്മളെങ്ങനെ സന്തോഷിക്കുക? പടച്ചോനെ വിശ്വസിക്കണം. ഒന്നാമത്തെ പടച്ചോനെ വിശ്വസിക്കണം. പടച്ചോനെ വിശ്വസിക്കുമ്പോൾ എന്താ? പടച്ചോൻ അറിയാണ്ട് നമ്മളൊരു ഉമ്മ, നമ്മളൊരു ബാപ്പ, നമ്മളൊരു ഇളച്ചി, അല്ലെങ്കിൽ മുത്തച്ചി, അല്ലെങ്കിൽ വേറെ ഏട്ടൻ, അനിയന്, പെങ്ങൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുമോ? അറിയാണ്ട്, പടച്ചോൻ അറിയാതെ ചുളുവിൽ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ? കഴിയോ? അള്ളാഹു അറിയാതെ ചുളുവിൽ നമ്മളങ്ങ് ഉപദ്രവിച്ചാൽ ആർക്കും പറ്റൂല. ഒരു ഉമ്മയേക്കാൾ നമ്മളെ ഉമ്മയേക്കാൾ നമ്മളോട് റഹ്മത്തുള്ളവൻ പടച്ചോനാണ്. ആ പടച്ചോൻ അറിഞ്ഞൊരാൾ ഉപദ്രവിക്കുമ്പോൾ അമ്മമ്മ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്തോ, എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അത് പ്രാക്ടീസ് ചെയ്തോ. എങ്ങനെയാണോ രക്ഷപ്പെടേണ്ടത് അത് പ്രാക്ടീസ് ചെയ്തോ. അത് പടച്ചോനെ ഏൽപ്പിച്ചതോ അത് ചെയ്യാം. എന്ത് കുടുങ്ങണ്ട, മുഷിഞ്ഞ് ജീവിക്കണ്ട.
വേറൊരാൾ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ മുഷിഞ്ച് ജീവിക്കുന്നതിന് പറയും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ആഫു താഫു വന്ന തലമക്ക്. അത് ഇതൊന്നും തിരിയാത്ത അള്ളാനും അറിഞ്ഞുകൂടാത്ത പാവങ്ങളായ സൈക്കോളജിസ്റ്റുകൾ പറയും ഫോർഗീവ്നെസ് തെറാപ്പി. ഫോർഗീവ്നെസ് തെറാപ്പി ചെയ്യുമ്പോൾ രക്ഷപ്പെട്ടു. പിന്നെ അവൻ്റെ ക്യാൻസർ മാറി, പിന്നെ അവൻ്റെ ഹമ്മ മാറി, വിഷമം മാറി, വേദന മാറി, ഒക്കെ മാറി. മൂമിനായ മനുഷ്യൻ എന്ത് പറയും? അല്ല ആഫു താഫു അമ്മലമക്ക്. അപ്പോൾ നമ്മൾ ഫോർഗീവ്നെസ് തെറാപ്പി എന്ന് പറയും, അതേസമയത്ത് അഫു ചെയ്യും. അപ്പോൾ നമ്മൾ ആക്ലിങ്ങളാണല്ലോ. അപ്പം എല്ലാം മാറും. കാരണം ക്യാൻസർ എങ്ങനെയാണ് വരുന്നത്? ക്യാൻസർ വരുന്നത് നമ്മളെ ശരീരത്തിലെ കോശങ്ങൾ ഇങ്ങനെ പുതിയതുണ്ടാകുക, പഴയ നശിക്കുക, പുതിയതുണ്ടാകുക, പഴയ നശിക്കുക, സന്തുലിതാവസ്ഥ ഉണ്ടാകണം. ഈ സാധനം ബ്ലോക്ക് ആകുമ്പോഴാണ് അവിടെ ക്യാൻസറായി മാറുന്നത്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ ക്യാൻസർ, ഇപ്പോൾ തലയിൽ ട്യൂമർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്താ ട്യൂമർ? ബ്രെയിനിൻ്റെ ഇടയിൽ, ബ്രെയിനിൻ്റെ ജംഗ്ഷൻ്റെ ഇടയിൽ ഇന്ന ഫ്രണ്ട് ലോബിൽ അല്ലെങ്കിൽ വെൻട്രൽ ലോബിൽ ഏതെങ്കിലും ഒരു ലോബിൽ ഒരു മുഴയുണ്ട് എന്ന് പറയുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞു മോന് ട്യൂമറാണ്, പക്ഷേ ഇപ്പോൾ ഏകദേശം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സലാമത്തായിട്ടുണ്ട്, ഇനി സലാമത്താവെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ ആരോ പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? മുഴ ഈ ശരീരത്തിൽ അവിടെ എങ്ങനെ ഈ മുഴ ഉണ്ടാകുന്നത്? സെല്ലുകൾ ഡെഡായി, അതായത് പുതിയത് വളരുമ്പോൾ പഴയത് നശിക്കാതെ, പഴയത് മഴതുമാകാതെ, പഴയത് നിൽ ആകാതെ പഴയത് എന്ത് ചെയ്യുക? അവിടെ ചത്ത് കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് അതവിടെ എക്സ്ട്രയായി മാറും. പിന്നെ ഈ എക്സ്ട്രയായി മാറുന്നത് ശരീരത്തിൻ്റെ ഒരു ഹുക്കുമായി, നിസ്ബയായി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നാച്ചുറായി മാറുമ്പോൾ അപ്പോഴാണ് ഇത് ക്യാൻസറായത്. ഇപ്പോൾ ഈ ഇവിടെ മുഴയുണ്ട്, ആ മുഴ ഡോക്ടർ തൊട്ട് ചോദിക്കും വേദന അറിയുന്നുണ്ടോ? അറിയുന്നില്ല. എന്നാൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. എന്താ കാരണം? ഡെഡായിട്ടുണ്ട്, സർക്കുലേഷൻ ഇല്ല. തൊട്ടപ്പോൾ വേദന സാരമില്ല, ബേജാറാനില്ല. വേദനയായപ്പോൾ മൂപ്പർക്ക് സമാധാനം. അപ്പോൾ എന്താ അത് പോയിട്ടില്ല. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഈ ക്യാൻസർ എങ്ങനെയാണ് മാറേണ്ടത്? ഈ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടായത്? ഈ വളർച്ചയും നശീകരണവും നിയന്ത്രിക്കുന്നത് ഗ്ലാൻഡുകളാണ്. ഒന്നാമത്തെ ഗ്ലാൻഡ് ഏതാണെന്നറിയാം? എനർജി കൺട്രോൾ ചെയ്യുന്ന ഒന്നാമത്തെ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി എടുത്തു നോക്കിയാൽ തലച്ചോറിൻ്റെ നടുവിൽ, തായ് ഭാഗത്ത് നടുവിൽ ഇങ്ങനെ തലച്ചോറ് കിടക്കുക. ഇത് തലച്ചോറ് ഇങ്ങനെ കിടക്കുകയാണ്. ഈ നടുവിലെ ഈ പൊസിഷനിൽ കടല മണിയുടെ ആ വലുപ്പമുള്ള ഒരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്. അതിൻ്റെ മറുവശത്ത് ഹൈപ്പോതലാമസ്, ഇപ്പുറത്ത് ഈ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു കടലമണിയുണ്ട്. ഇതാണ് മൊത്തം ശരീരത്തിൻ്റെ എനർജി കൺട്രോൾ ചെയ്യുന്നത് എല്ലായിടത്തും. ഇതിലെ കുറേ വർക്കുണ്ട്. അതിലൊരു വർക്ക് തെറ്റിയാൽ ദാഹം മാറൂല, വെള്ളം കുടിച്ചാൽ ദാഹം മാറൂല, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറൂല. ഞാൻ ഇതിങ്ങനെ ഒരു ദിവസം എന്തോ ഒരു വിഷയം പറയുമ്പോൾ യാദൃശ്ചികമായി പറഞ്ഞിരുന്നു. അതായത് വേറൊരു വിഷയം ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയതാണ്, വെള്ളം കുടിച്ചാൽ ദാഹം. ഞാൻ നമ്മളെ ഇതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ പറഞ്ഞു, റിസൾട്ട് ഉണ്ടാകാതിരിക്കുക. ഇതുപോലെ വെള്ളം കുടിച്ചാൽ ദാഹം മാറാതിരിക്കുക. നമ്മൾ പറഞ്ഞു വെള്ളം കുടിച്ചോ ദാഹം മാറും, എന്തോ ഉറപ്പ്? മാറാതിരുന്നൂടെ? അപ്പോൾ ഒരു ഗുണങ്ങൾ പറഞ്ഞു. സാറേ എൻ്റെ ഒരു അയൽവാസിയുണ്ട്, എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറില്ല. അവർ പറഞ്ഞു, എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല. ചിലപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ കുടിക്കുന്നതാണ്, എന്നാലും ദാഹം മാറില്ല. വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ രോഗി എൻ്റെ അടുത്ത് വന്നു. കൊറോണ ആയ സമയത്ത് ആ രോഗി എൻ്റെ അടുത്ത് വന്നു. അവർക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഒരു സ്പ്രേ കൊടുത്തു. ഇതെപ്പോഴും അടിക്കരുത്, നിവൃത്തിയില്ലെങ്കിലേ അടിക്കാവൂ. അപ്പോൾ അത് കിട്ടാതായി കൊറോണ സമയത്ത്. അപ്പോൾ വന്നു. ഞാൻ അവർക്ക് അപാൻ മുദ്രയും പ്രാൺമുദ്രയും പഠിപ്പിച്ചു കൊടുത്തു. ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആ ഒരു സാധനം എല്ലാം വേണ്ട, ഒരു സാധനം ബ്ലോക്കായാൽ വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്നില്ല. അങ്ങനെ സംഭവിക്കാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം ഗ്ലാൻഡുകൾ കുറേ ഉണ്ട്. ഈ ഗ്ലാൻഡുകൾ അവരുടെ പണി റൂട്ട് മാറ്റിയാൽ അപ്പോഴാണ് ഒന്ന് ഡെഡാകുന്നത്. അതായത് ശരീരത്തിൽ ഈ സംഗതി കോശങ്ങൾ, സെല്ലുകൾ ആവശ്യമായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാനും വളരാനും നശിക്കാനും, അതാണല്ലോ സർക്കുലേഷൻ. ഈ സർക്കുലേഷൻ ക്ലിയർ ആകാൻ ആരാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്? ഹോർമോണും എൻസൈമൊക്കെ ആരാ കൊടുക്കേണ്ടത്? ഗ്ലാൻഡുകളാണ് കൊടുക്കേണ്ടത്. ഈ ഗ്ലാൻഡുകൾ കൊടുക്കുന്നിടത്തുനിന്ന് തെറ്റായ റൂട്ട് കൊടുത്താൽ ഇവിടെ ബ്ലോക്ക് വരും. അപ്പം ഗ്ലാൻഡുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങളെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. മൈൻഡ് എപ്പോഴും പെയിൻ. അപ്പോൾ മൂപ്പർ മനസ്സിലാക്കി ഇത് ഞാനും മാറണം. മൂപ്പർക്ക് എപ്പോഴും ടെൻഷൻ. അപ്പോൾ ഗ്ലാൻഡുകളും മനസ്സിലാക്കി ഞാനും എന്ത് ചെയ്യണം, മാറണം. മൂപ്പരെപ്പോഴും മറ്റയാളെക്കുറിച്ച് വിരോധം, അയാളങ്ങനെ ഇയാളിങ്ങനെ, മറ്റവൻ്റെ സ്ഥിതി ശരിയില്ല, അവൻ്റെ വാക്ക് ശരിയില്ല, മറ്റവൻ്റെ നിലപാട് ശരിയില്ല, അവൻ്റെ മനസ്സ് ശരിയില്ല. ഇത് ഇവിടെ കൊടുത്താൽ മൂപ്പർ മനസ്സിലാക്കും ഞാനും മാറണം. ഗ്ലാൻഡൊക്കെ മാറും.
അപ്പോൾ അഫ്വ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി, മറ്റോലെ കണക്ഷനെല്ലാം വിട്ട്, മറ്റോനെ കണക്ഷനെല്ലാം വിട്ട്, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, ഞാൻ ഇനിയായിട്ടുള്ള ഇത്തരം ഇടപാട് യാതൊന്നും ഇല്ല, ഇനി വിട്ടു 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 വിട്ടു. അപ്പോൾ മൂപ്പർക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ റെഡിയായി. ഇവിടുന്ന് റെഡിയായി നോക്കുമ്പോൾ എൻസൈമുകളൊക്കെ നേരെ 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 വരാൻ തുടങ്ങിയപ്പോൾ ഡെഡായതൊക്കെ മാറാൻ തുടങ്ങി, കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ക്യാൻസർ മാറൽ, ഇതാണ് ക്യാൻസർ മാറൽ. ഉറപ്പല്ലേ? നമ്മളിപ്പോൾ എത്ര കണ്ട്, നിങ്ങൾ സിംഹാസനം കണ്ടിട്ടില്ലേ? 4 കൊല്ലം ചികിത്സിച്ച കുട്ടി, 4 മാസം മൂത്രത്തിൽ ബ്ലഡ് വന്നിട്ട് ചികിത്സിച്ച് മാറാത്ത കുട്ടി 2 ആഴ്ച ഹാപ്പി സോണിൻ്റെ ഫിലിം അക്കാദമി ചേർന്ന്, പിന്നെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, നല്ല റാഹത്തിൽ ചെയ്യും. ഇപ്പോൾ അതാ അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്ത് നമുക്ക് എല്ലാവർക്കും ആ കുട്ടിക്കും നിലനിർത്തി തരട്ടെ. ഇതന്നെ ആ കുട്ടിക്ക് 4 കൊല്ലവും, അതായത് ഒരു നമ്മൾ ഇതിൻ്റെ വിഷയം വലുതാണെന്ന് പറയാൻ കാരണം, ഒരു ക്യാമ്പസിലൊരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് അവിടെ സ്വസ്ഥത ഇല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നമ്മളറിയില്ല. എന്തുകൊണ്ടാണ് ഒരു കുട്ടിക്ക് ഈ പിന്നെ ക്യാമ്പസിൽ ഒരു ദിവസം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പുറത്തെ പെയിന് മാറുന്നുണ്ടല്ലേ? അങ്ങനെ പാനിക്കാക്കരുതല്ലോ. ആ കുട്ടിക്ക് വീട്ടിൽ പോകുമ്പോൾ സന്തോഷം ഉണ്ടാകണം, സ്ഥാപനത്തിൽ വരികയാണെന്ന് പറഞ്ഞാലും സന്തോഷം ഉണ്ടാകണം. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അവിടെ എന്താ ബ്ലോക്കാ. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ തല്ല് കിട്ടലുണ്ടോ? ഇപ്പോൾ തല്ലൊന്നും കിട്ടലില്ല. പിന്നെന്താ പ്രശ്നം? സാറേ തല്ലുന്നതിനേക്കാൾ വലുതാ സാർ വാക്ക് സഹിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ വാക്ക്? ഞാൻ വിചാരിച്ചു ഭയങ്കര ചീത്ത വിളിച്ചിട്ടുണ്ട്. ചീത്തയൊന്നും വിളിച്ചിട്ടുമില്ല. എന്താ വാക്ക്? ക്ലാസ് എടുക്കുന്നതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, അവനെ പോലെ ചാടിപ്പോക്ക് പഠിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കുത്തി. പക്ഷെ ഇവനിക്കിത് പൊറുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, പണ്ട് തല്ലിയാൽ കേസൊന്നുമില്ല, ഇപ്പോൾ തല്ലിയ കേസാവെന്ന് വിചാരിച്ചിട്ട് തല്ലുന്നില്ല. ഈ തല്ലണം കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത്. അന്നത്തെ തല്ലാൻ കഴിയാത്ത വിഷമവും കൂടി തീർക്കാനാണ് ഇപ്പം എന്ത് പറയുന്നത്, ഇത് പറയുന്നത്. അപ്പോൾ അത് പെയിൻ ഇവിടെ ഉണ്ടാവും, മുഖാത്തുവിൽ പെയിൻ എപ്പോഴും ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ നിലമ്പൂരിൽ അയാളെ അവൻ്റെ ഉസ്താദുണ്ടല്ലോ, പഠിപ്പിച്ച ഉസ്താദ്, ഇത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓൻ നന്നാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സമർപ്പിച്ച്. അപ്പോൾ അയാളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അതാ പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് അറിയട്ടെ. അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവസ്ഥ, മറ്റുള്ളവരവസ്ഥ, ഇതൊന്നും എന്ത് ചെയ്ത് കൊണ്ട് കിടക്കരുത്. ഇനി ഒരുത്തൻ ഹറാമ് ചെയ്യുന്നത് കണ്ടു, അയാൾ ഹറാമ് ചെയ്തു, നിന്നോട് ആര് പറഞ്ഞത് ചിന്തിക്കാൻ? ഒരുത്തനാണെന്ന് കള്ളു കുടിക്കുന്ന മുസ്ലിമല്ലേ, എന്നോട് ആര് പറഞ്ഞതിൻ്റെ പിന്നാലെ പോകാൻ? റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10 പെൺകുട്ടികൾ ഒരു 10-15 വയസ്സായെന്ന് തോന്നുന്നുള്ളൂ, 10 എണ്ണം കൂടിയിട്ട് ഒരു ട്രോളി ബാഗും പിടിച്ചിട്ട് കണ്ണട കൂളിംഗ് ഗ്ലാസ് കാണാം. എനിക്ക് തട്ടവും കൂടി കാണാം. അതും കൂടി ഞാൻ കഴിച്ചാൽ എന്തോ റാഹത്തുണ്ടായിരുന്നു. ഈ തട്ടോ ഇടുക, അതെന്തിനാന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. എന്തിനീ തട്ടണമെന്ന്? ഒരു ജീൻസ് വേണ്ടു, അതിനനുസരിച്ചുള്ള കുപ്പായിട്ടിട്ട് എന്നിട്ട് ആ പ്രത്യേക സ്റ്റൈലിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടക്കുക, എന്നിട്ട് അത് വീഡിയോ റീൽസ് ഷൂട്ട് ചെയ്യുക. ശരിക്കും മാനസിക രോഗത്തിൻ്റെ ഇത് ആശുപത്രി തികയൂല, ഇവർക്ക് ചികിത്സിക്കുകയാണ്. ഏറ്റവും വലിയ മാനസിക രോഗമാണ്. മാനസിക രോഗം പഠിപ്പിക്കുന്നതാണ് പലപ്പോഴും ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ. ഈ പബ്ലിക് ക്യാമ്പസാണ്. എന്തിനത് ചെയ്യുന്നതെന്ന് അറിയാതെ എന്തോ അങ്ങനെ ചെയ്യുക, എന്നിട്ട് അതാണ് സുഖമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് എൻ്റെ സുഖമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. പൊട്ടന് വീരാന്ന് വിളിക്കുക. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ഒരുത്തൻ ചിന്തിക്കുക, ഇപ്പം ഇവനെ നന്നാക്കണ്ടേന്ന്. നഹീൽ മുങ്കർ എവിടെ മാത്രമാണ്? ഉത്തരവാദിത്തമുള്ളിടത്തേ നമ്മളത് ചെയ്യേണ്ടതുള്ളൂ. ഉത്തരവാദിത്തമുള്ളിടത്ത് നമ്മളത് ചെയ്യേണ്ടത്. ഞാനും പോയിട്ട് അതിൻ്റെ അതെ തിന്മ കാണുമ്പോൾ എന്ത് വരണം? അതായത് ഒരു നിമിഷം പ്രശ്നം, ഒരു ഫലാഹിയാണല്ലോ, ഫലാഹിയാണ്, ഞാനതിനില്ല. അവിടെ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ? അതായത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ അവിടുത്തെ പരിധിയിലെ പോലീസാണോ? അല്ല. നിങ്ങളാ മഹല്ലിലെ ഖത്തീബാണോ? അല്ല. നിങ്ങളാ കുട്ടീൻ്റെ ബാപ്പയാണോ? അല്ല. ഇനി നിങ്ങൾ എന്തിൻ്റെ പേരിൽ ആ കുട്ടിക്ക് നിങ്ങൾക്ക് അധികാരമുണ്ടോ? എവിടെയെങ്കിലും ഖുർആനോ ഹദീസോ ആരെങ്കിലും നിങ്ങൾക്ക് ഉത്തരം ഇല്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്താൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി,
തിരിച്ച് ഇപ്പുറത്തേക്ക് നോക്കിയാൽ മതി, അവിടത്തേക്ക് നോക്കാതിരുന്നാൽ. അതാണ് നിങ്ങൾ അപ്പോഴത്തെ നഹ്യുൻ അനിൽ മുൻകർ. അപ്പോൾ നിങ്ങൾ ഇനി പോയിൻ്റ് അവിടെയൊന്നുമല്ല. അതെ അതെ, ഒരു കല്യാണം അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്ത് വിശ്വസിക്കണം എന്നറിയോ? ഞാൻ ഇതല്ല ചെയ്യേണ്ടത്. ഈ കല്യാണം നടക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? അവിടെ 2 ഓപ്ഷനാണുള്ളത്. കല്യാണം നടന്നതിൻ്റെ പിറ്റേന്ന് പള്ളിയിൽ നിന്ന് ഘോര പ്രസംഗിക്കുക. ആ ഫാമിലിയിൽ കുറച്ച് ഇടങ്ങാറുള്ളവരുണ്ടായിരുന്നു, ഈ നിങ്ങളെന്താ ഇങ്ങനെ. ഈ കുറച്ച് ഫാമിലിയിൽ ബന്ധപ്പെട്ടവരൊക്കെ എന്തുണ്ടായിരുന്നു, ഈ നിങ്ങളെന്താ ഇങ്ങനെ. ഈ ഫാമിലിക്കെതിരെ പ്രസംഗിച്ച് കേട്ടപ്പോൾ ഞാൻ വലിയ പറയേണ്ട ആവശ്യം, അയാളും കൂടി നമുക്കെതിരായി, ഒരു കൂടി അപ്പുറമായി. ആ ഫാമിലിയിൽ തന്നെ കുറേ ആളുണ്ടായിരുന്നു, ഈ നിങ്ങളിങ്ങനെ ആഭാസം കളിക്കുന്ന എന്തിനാ എന്ന് ചിന്തിച്ച കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു. പിറ്റേന്ന് ഓലും കൂടി എന്താവും, അപ്പുറമാവും. വലിയവരെന്തിനാ പറയേണ്ട ആവശ്യം? പള്ളിയിൽ നിന്ന് പറയണ്ടേ? അയാൾക്ക് എന്തെല്ലാം കുറ്റമുണ്ട്? അയാൾ കുത്തുബ മര്യാദ കേൾക്കുക, മറ്റു കുത്തുബിൽ എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്? അതെ അതെ, അയാൾ കുത്തുബയിൽ മിമ്പറുമ കയറുമ്പോൾ തിരിഞ്ഞ് വലത്തോട്ടല്ല ഇടത്തോട്ടാ. അപ്പോൾ അവിടുത്തെ ശരിയായ പരിഹാരം എന്താ? അടുത്ത ഒരു കല്യാണം വരുന്നതിൻ്റെ മുമ്പേ, ഇനി മുതൽ എന്ത് ചെയ്യുക, നിശ്ചയിക്കുന്നതിൻ്റെ മുമ്പേ നമ്മളാണ് ഇടപെടേണ്ടത്. നമ്മൾ കല്യാണപ്രായത്തിൽ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, എവിടെയാണ് കുട്ടീനെ, അവരോട് അന്വേഷിക്കണം എന്തൊക്കെയാണ് വിഷയം, എവിടെയൊക്കെയാണ് എത്തുന്നത്, എന്തൊക്കെയാണ് പ്രശ്നം, പഠിക്കുന്നത് എവിടെയാണ്, എല്ലാം പഠിക്കണം. അപ്പോൾ അവരുടെ ബന്ധങ്ങളൊക്കെ ശരിയാക്കി കൊടുത്ത് ഗംഭീരമായ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തണം. അതാണ് അവിടുത്തെ നഹ്യുൻ അനിൽ മുൻകർ. അല്ലാതെ നമ്മളും കൂടി കുഴപ്പമുണ്ടാക്കലല്ല, ഇല്ലാത്തൊരു പുതിയൊരു കുഴപ്പവും കൂടി നമ്മളുണ്ടാക്കല. നമ്മൾ വിഷയം അവിടെയല്ല. നിങ്ങളെ കൽബിൽ ഈ കുട്ടികളൊക്കെ മോശക്കാരാണ്, ഈ കുട്ടികളൊക്കെ മനസ്സ് ദൂഷിച്ചവരാണ് എന്ന ചിന്ത വേണോ? നിങ്ങളെ കൽബിൽ ഈ കുട്ടികളൊക്കെ മോശക്കാരാണ്, ഈ കുട്ടികളൊക്കെ കൊല്ലാത്തവരാണ് എന്ന് ചിന്തിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതുണ്ടോ എന്നുള്ളതാണ് നേട്ടം. ഇല്ല, അത് നന്മയല്ല തിന്മയിലേക്കുള്ള അടുത്തൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇതിനോട് ട്രെൻഡ് കൊണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്യും. ആ കുട്ടികളെ ഈമാൻ പോയി പോകും, റിദ്ദത്ത് വരെ വരും, മുർത്തദ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? റിദ്ദത്ത് വരെ വരും. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നിങ്ങൾ ബേസിൽ പണിയെടുക്കണം. നിങ്ങൾക്ക് ഉത്തരവാദിത്തം എവിടെയാ? മഹല്ലിലെ ദായികളെ സെറ്റ് ചെയ്യണം. മഹല്ലിലെ ദായികളെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം, അത് ചെയ്യണം. അതാണ് അവിടുത്തെ ശരിയായ റൂട്ട്. അല്ല പരസ്യമായി പുതിയൊരു ഫിത്തിനെയും കൂടി ഉണ്ടാക്കുക, അതല്ല ചെയ്യേണ്ടത്. ഒസാലിമാൻ പറഞ്ഞില്ലേ, 2 ആൾ തമ്മിൽ 2 ഭയങ്കര ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് നന്നാക്കാൻ വേണ്ടി 3ാമത്തെ ഒരുത്തം വന്നു. ഓനക്ക് 2 ആളെയും പറ്റിയില്ല, അപ്പോൾ ഓൻ്റെ കൂടെ വേറൊരാൾ, ഇപ്പോൾ 3ാമത്തെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. അതാണ് ഇപ്പം മസ്ലഹത്ത് എന്ന് പറയുന്നത്. ആ എന്ത് ചെയ്യണം? നല്ല ചിന്തയോടെ ചെയ്യേണ്ട ഒരു സാധനമാണ്. യെസ്, നന്മ കണ്ട് കാണുന്ന ഒരു സംഗതി. ഇപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട വെള്ള ഡ്രസ്സ് ഇട്ട ആൾക്കാർ അല്ലാത്ത ആൾക്കാർ മോശമായിട്ട്, പർദ്ദ ഇട്ട ആൾക്കാർ പർദ്ദ ഇടാത്ത ആൾക്കാർ മോശമായിട്ട് മനസ്സിലില്ല. ഉസ്താദായാലും സാധാരണക്കാർ മോശമെന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു വിഭാഗമായി എല്ലാറ്റിനെയും അടക്കി അങ്ങനെ ഇല്ല. അങ്ങനൊന്നും ചിന്തിക്കാൻ നമുക്ക് ത്വലബില്ല, നിർദ്ദേശമില്ല. നമുക്ക് അൽഹംദുലില്ലാ ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇത് അല്ലാത്ത ഏതെങ്കിലും ഒരു ടീമിനെ കാണുമ്പോൾ അവരൊക്കെ ദുഷിച്ചവരും അവരൊക്കെ ദുഷിക്കാൻ വിധിക്കപ്പെട്ടവരെന്ന് കരുതരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. സലിമാമിൻ്റെ ബിദായത്തുൽ ഹിദായ, അതിൻ്റെ ഖിസ്മുസാനിയുടെ തുടക്കം, അതിലെ ഹദീസ്. ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ച് ലാസ്റ്റ് ഭാഗത്ത് സലിമാമ് പറഞ്ഞു, നീ ഒരു ആലിമാണോ? ആലിമായ മറ്റൊരു മനുഷ്യനെ നോക്കിയാൽ 100 കൂട്ടം ന്യൂനത കാണാം, പക്ഷേ അത് പിന്നാലെ കൂടരുത്, നിൻ്റെ ആഖിറും പോയിപ്പോ. ഇത് നീ സാധാരണക്കാരനാണോ? സാധാരണക്കാരനായ മറ്റൊരാളെ 100 കൂട്ടം ന്യൂനതകൾ കാണാം, അവരെ ന്യൂനതയും തേടിപ്പോയാൽ നീ കുടുങ്ങിപ്പോവും. ഈ കാഫിറാണ്. ആ കാഫിറായ ഒരു മനുഷ്യൻ്റെ ന്യൂനത നോക്കിക്കൂടിയാൽ നിനക്ക് മുസാലിമാമ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അള്ളാഹു എവിടെയെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടുണ്ടോ അവസാനം ഹുസ്നുൽ ഖാത്തിമത്ത് തരും? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, തരുമെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടോ? അവൻ മുസ്ലിം ആകാതെ മരിപ്പിക്കും എന്നും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവസാനം അങ്ങെത്തിയിട്ട് ഹിസാബിന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ് കൊടുക്കണം? കുറച്ചോ നിനക്ക് എവിടെയെങ്കിലും പെർമിഷൻ തന്നിട്ടുണ്ടോ? ഒരു കാഫിറിനെ നിന്ദിക്കാനോ കാഫിറിനെ മോശമായി ചിന്തിക്കാനോ പറയാനോ നിനക്ക് പെർമിഷൻ തന്നിട്ടുണ്ടോ? അതാലും എൻ്റെ ചോദ്യം. അതുകൊണ്ടൊന്നുമില്ല, ഹദീസ് ഉദ്ദേശിച്ചിട്ടുള്ള വിശദീകരണമാണ്. അപ്പോൾ കൽബ് ശുദ്ധമായിരിക്കണം. ആരെക്കുറിച്ചും എത്ര തിന്മ കാണുന്നൊരു മനുഷ്യനെക്കുറിച്ചാണെങ്കിലും അയാളെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. പറയുന്നത് പോലെ അതിലേറെ ഭവിഷ്യത്തുള്ളതാണ്. ആ മനുഷ്യൻ ചീത്തയാണ്, ആ മനുഷ്യൻ അങ്ങനെ ചെയ്ത ആൾ, ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്ത ആളാണ് എന്ന് ചിന്തിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല.
കൽബ് ഫാരിയായി ജീവിക്കലാണ് നമ്മളെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ നല്ലൊരു കുടുംബം സന്തോഷമായിട്ട് ആഹ്ലാദമായിട്ട് ജീവിക്കുക. ആഹ്ലാദമായിട്ടെന്ന് പറഞ്ഞാൽ തിന്മകളിലൂടെയുള്ള ആഹ്ലാദമല്ല, നന്മകളിലൂടെ ആഹ്ലാദം. എപ്പോഴും സന്തോഷം, ആഹ്ലാദം, ആഘോഷം എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? ഇസ്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ്. ആഹ്ലാദവും സന്തോഷവും ആഘോഷവും എപ്പോഴാണ് പോസിറ്റീവ്? ഒരാൾ കള്ളു കുടിച്ച് ആഹ്ലാദിച്ചു, അത് ആഘോഷിച്ചു. ഒരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി സിനിമാറ്റിക് ഡാൻസ് ചെയ്ത് ആഘോഷിച്ചു. ഇത് ബുദ്ധിയാണോ? സിനിമാറ്റിക് ഡാൻസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, ഒരു പൊതുജീവിതം, പൊതുമനുഷ്യ മനസ്സോടെ ഒരാൾ ചിന്തിക്കുകയാണ്. പബ്ലിക് ഒരു സീനിൽ വെച്ച് ഒരു സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണോ അല്ലേ? നമ്മളിതൊന്നും വേണ്ട. പബ്ലിക്കിൽ ഒരു പൊതുമനസ്സിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പെൺകുട്ടികളോ ആൺകുട്ടികളോ അല്ലെങ്കിൽ പുരുഷന്മാരോ സ്ത്രീകളോ ഒരു ഗ്രൂപ്പായിട്ട് ഈ സിനിമാറ്റിക് ഡാൻസ് ഇങ്ങനെ ഒരു വലിയ DJ വെക്കുക, എന്നിട്ട് ഇങ്ങനെ കൂത്താടും. അത് സ്റ്റാൻഡേർഡ് ആണോ അല്ലേ? എന്താ പറയുന്നത്? ആണോ? സ്റ്റാൻഡേർഡ് എന്ന് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ചെയ്യുന്ന ആൾക്ക് തന്നെ ആണോ? അല്ല, സ്റ്റാൻഡേർഡ് തോന്നിയിട്ടല്ല. അതാ പ്രത്യേകത. അതായത് ഇവരുടെ തന്നെ റെസ്പെക്റ്റീവായ ഒരു ലൈഫ് പൊസിഷൻ ഇവരെന്ത് ചെയ്യണം? ഒരു പ്രിൻസിപ്പാളാകുകയാണ്. ഇവരൊരു പ്രിൻസിപ്പാളാകുകയാണ്, അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജറാകുകയാണ്. ആ മാനേജർ സീനിൽ ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. അവർ ഇഷ്ടപ്പെടുമോ? അപ്പോൾ സ്റ്റാൻഡേർഡാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ പറഞ്ഞ ഇസ്ലാമൊന്നുമല്ല, ഞാൻ പറഞ്ഞ പൊതു പ്ലാറ്റ്ഫോം. എങ്കിൽ ഇവർ ഈ സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ട് നടക്കുന്നത് സ്റ്റാൻഡേർഡ് അല്ലാത്തതാണ് കൊണ്ട് നടന്നത് ചെയ്തത് എന്നുള്ള അവരെ മനസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും പോവോ? അവരെ മനസ്സിൽ നിന്ന് എപ്പോഴെങ്കിലും പോവോ? ഇല്ല. അവരെ മെമ്മറി റീകോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ അവിടെ നിന്ന് ആഘോഷിച്ച് അത് അവിടെ കിടക്കൂലേ? ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ മെനിയാന്ന് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏത് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതേസമയത്ത് കഴിഞ്ഞ ചെറിയ വരുന്ന അറ്റ വീട്ടിൽ നിന്ന് എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഇപ്പോഴും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഈ റീകോൾ ചെയ്യുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ആക്ടിവിറ്റി നല്ല ഓർമ്മ ഉണ്ടാവും. എങ്കിൽ നിങ്ങളെപ്പോഴും ഈ ഗിൽറ്റുള്ള ആളായിരിക്കും. അപ്പോൾ ആഘോഷത്തിന് വേണ്ടി സിനിമാറ്റിക് ഡാൻസ് നടത്തുന്നത്, കല്യാണത്തിന് ടവലക്കറിയിട്ട് തുള്ളുന്നത് പൊട്ടത്തരമാണ്, ബുദ്ധിശൂന്യതയാണ്, സ്റ്റാൻഡേർഡ് അല്ല. ആഘോഷിക്കേണ്ട എങ്ങനെയാണ്? ഇപ്പോൾ പെരുന്നാൾ അല്ല, ഇവിടെയാണ് പോയിന്റ്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ലൈഫ് ഹാപ്പി അല്ലാത്തത് കൊണ്ട് സന്തോഷിക്കാൻ വേറൊന്ന് ചെയ്യണം. ഇവിടെയാണ് പ്രശ്നം. വെറൈറ്റി ചെയ്യണം സന്തോഷിക്കണമെങ്കിൽ. അപ്പോൾ ലൈഫ് ഹാപ്പി അല്ല. ലൈഫ് ഹാപ്പി ആയാൽ സന്തോഷിക്കാൻ അതിന് സ്ട്രക്ചർ മതി. ഇപ്പോൾ പെരുന്നാൾ ഭയങ്കര ആഹ്ലാദമാണ്. എന്താ? അന്ന് തക്ബീർ, അന്ന് കുടുംബങ്ങളിൽ സന്ദർശനം, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, നമ്മളും ഭക്ഷണം കഴിപ്പിക്കും, മറ്റുള്ളവർ കഴിപ്പിക്കുമ്പോൾ നമ്മൾ കഴിച്ചു കൊടുക്കുക. ഭയങ്കര സന്തോഷം. പരസ്പരം കാണുക, പരസ്പരം മിങ്കിൾ ചെയ്യുക, വിഷ് ചെയ്യുക, ഭയങ്കര സന്തോഷം. ഇതാണ് സ്റ്റാൻഡേർഡ്. അത് പിന്നെ ഓർക്കുമ്പോഴും സന്തോഷം, ഒരു കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ്. അയാളുടെ ലൈഫിൽ അയാൾ മാനേജർ പൊസിഷനിലിരിക്കുമ്പോൾ ഈ വീഡിയോ എടുത്ത് കണ്ടാൽ സ്റ്റാൻഡേർഡ്, അൽഹംദുലില്ലാ, എപ്പോഴും സ്റ്റാൻഡേർഡ്. ഇതാണ് ആഘോഷം. ചെയ്യുന്ന സമയത്ത് പിന്നീട് അവർക്ക് വന്നേക്കാം. ചെയ്യുന്നത് അല്ല, ആ പൊസിഷനിൽ അവർ അന്ധനാണ്. എന്താ പ്രശ്നം? അവർ ലൈഫിനെ കുറിച്ച് അവർ അപ്പോൾ അവെയറല്ല. ലൈഫ് അവർക്ക് ഹാപ്പിയസ്റ്റ് അല്ല. ഇതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഹാപ്പിയസ്റ്റ് വേണ്ടി വേറെ ചെയ്തവർ ഹാപ്പിയസ്റ്റായി. അതായത് ട്രെയിനിൽ സീറ്റ് കിട്ടാതെ 3 മണിക്കൂർ നിന്നപ്പോൾ പടച്ചോനെ ഇന്നിരുന്നെങ്കിൽ, അതേ സമയത്ത് 3 മണിക്കൂർ ഇതുവരെ ഇരുന്നൊരു മനുഷ്യൻ ഒന്ന് നീച്ച് നടന്നെങ്കിൽ എന്താ വ്യത്യാസം? അതായത് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന്, അതായത് ഇത് മാത്രമായാൽ അതിനൊരു പ്രയാസമുണ്ട്. അപ്പോൾ എണീറ്റ് നിന്ന് അവനക്കൊരു ആശ്വാസം. 3 മണിക്കൂർ നിന്നൊരാൾക്ക് കുറേ നിന്നപ്പോൾ ഇവിടെ എല്ലാം നീര് കെട്ടിയിട്ടുണ്ട്, ഒന്ന് ഇരുന്ന ഒരാശ്വാസം. ഇതാണ് അവിടുത്തെ സന്തോഷം. എന്താ? ഭാര്യനെ നോക്കൽ വിഷമം, ഭർത്താവിനെ നോക്കൽ വിഷമം, വീട് നോക്കൽ വിഷമം, ജോലി വിഷമം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് തുള്ളിയ ഒരു സന്തോഷം. ഇതാണ് അവിടുത്തെ സന്തോഷം. അതായത് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ കൂടിയിട്ട് അതൊന്നും ശരിയില്ല. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറിയപ്പോൾ ഒരു സന്തോഷം. ഇരിക്കൽ സന്തോഷമാണോ? കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കൽ വിഷമമാണ്.
അത് ഏറ്റവും ചെറിയൊരു ഒരു പോസിറ്റീവ് ഉണ്ട് നോക്കാം. അതിനായിട്ട് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരാൾ പബ്ലിക് ഒറ്റയ്ക്ക് തുള്ളിയാണ് പോയാൽ മതി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഒരു പ്രകടനപരത വെച്ചാൽ അപ്പോൾ ആർക്കും വേണ്ടി പ്രൊജക്റ്റ് ചെയ്യുന്നത് നിർബന്ധിതരാണ്. അതായത് മറ്റൊരു സാധനം എന്താന്ന് പറഞ്ഞാൽ അവരറിയാതെ ലിസാനുൽ ഹാല് കൊണ്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ലാംഗ്വേജ് കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ സാന്ദർഭിക ഭാഷകൾ കൊണ്ട് സമൂഹത്തിൻ്റെ ഈ സാന്ദർഭിക സൃഷ്ടി ഒരു ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജ് കൊണ്ട് അവർ നിർബന്ധിതരാകുകയാണ്. എന്ത്, ഞാൻ ഇങ്ങനെ ചെയ്താലാണ് ഞാൻ പുതിയ ജനറേഷനിലെ പെൺകുട്ടിയാകുന്നത്, ഇങ്ങനെ ചെയ്താലാണ് പുതിയ ജനറേഷനിലെ രക്ഷിതാവാണ്, ഇങ്ങനെ ചെയ്യണം. ഫാഷൻ ഭ്രമം അതൊരു രോഗമാണ്. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഡിസോർഡറാണത്. എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഡിസോർഡറാണത്. റിഫ്ലക്ഷനാണ് പോസിറ്റീവ്, എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. റിഫ്ലക്ഷൻ ഓക്കെയാണ്, ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയും, അയാൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുത്തുന്ന പ്രസംഗിക്കുന്നു, റിഫ്ലക്ഷനാണ്. ഒരാൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ഒരാൾക്ക് സേവനം ചെയ്യാൻ കഴിയും, അയാൾ ഉപകാരപ്പെടുന്നിടത്ത് ചെയ്യുന്നു, അത് ഡിഫ്ലക്ഷനാണ്. അതേസമയത്ത് അത് ആൾക്കാർ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് പലപ്പോഴും എക്സ്പ്രഷനിസമാണ്. അത് നെഗറ്റീവായിട്ടും കൂടി എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ വഷളത്തരം കുറച്ച് കൂടുന്നു. അതായത് എല്ലാവർക്കും ഇടങ്ങാറാണ്, എല്ലാവരും ഇരിക്കേണ്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഈ അപവാസരം കാണിക്കുമ്പോൾ അവർക്കൊരു ഇടങ്ങാറും കൂടിയാണ്. അപ്പോൾ വഷളത്തരം ഒന്നും കൂടി വഹനൻ എന്ന് പറഞ്ഞ പോലെ വിഷമം ഒന്നും കൂടെ കൂടി. അപ്പം ലൈഫിൽ ഒരാളുടെ ഉത്തരവാദിത്വം എന്താ ശരിക്കും? എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കൽ. എന്ത് ചെയ്യുമ്പോൾ ഹാപ്പി വേണം. വീട്ടിലടിച്ചു വരുമ്പോൾ ഹാപ്പി, കുടുംബം നോക്കാൻ വേണ്ടി നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ ഹാപ്പി, ചിലവ് കൂടിയാലും ഹാപ്പി, ചിലവ് കുറഞ്ഞാലും ഹാപ്പി, എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതാണ് അജബൻ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എല്ലാവും പ്രതിഫലം കിട്ടുന്നതായിരിക്കണം, എന്നാലാണ് ലൈഫിലൊരു അർത്ഥമുള്ളൂ. എപ്പോഴും പ്രതിഫലം കിട്ടണം. വീട്ടിലിരിക്കുമ്പോൾ പ്രതിഫലം, പുറത്തു പോയാലും പ്രതിഫലം. അപ്പം അങ്ങനത്തതേ ചെയ്യാം. എന്നാൽ ഒരു ആസ്വാദനത്തിന് കുറവുണ്ടായത്, എല്ലാ സുഖവും വേണം. ശരിക്ക് ഇസ്ലാം ഈ സുഖങ്ങളെല്ലാം സംയോജിപ്പിച്ചതാണ് ഇസ്ലാം. അപ്പോൾ നല്ല ജ്യൂസ് കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കള്ളു കുടിച്ചാലും ഭയങ്കര ടേസ്റ്റ് ഇല്ല എന്നാണ് കുടിക്കുന്ന ഒരു രംഗം കണ്ടിട്ട് നമുക്ക് മനസ്സിലായത്. കുടിച്ച് കഴിഞ്ഞിട്ടും 60 വർഷമാകല, കുറേ കാലം കഴിഞ്ഞാൽ കരളടക്കം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കഷ്ടപ്പെടുകയാണ് മറുവശത്ത്. ഒരാൾ കല്യാണം കഴിച്ചു, അങ്ങനെ ലൈംഗിക ആസ്വാദനം നടത്തി, എല്ലാം പോസിറ്റീവ്. അത് ഹെൽത്തിന് നല്ലതാണ്, ബയോളജിക്കലായിട്ട് നല്ലതാണ്, മെൻ്റലി നല്ലതാണ്, ഒക്കെ സമൂഹത്തിന് നല്ലതാണ്. നല്ലൊരു സമൂഹമുണ്ട്. വിചാരിച്ചാൽ അവിടെ വഷളായി, പിന്നെ വഷളായി, പിന്നെയും വഷളായി, ആഖിറത്തിലെത്തിയാൽ 60 വഷളായി. രോഗം വരാൻ സാധ്യത കൂടുതൽ, മറ്റ് രോഗം സ്പ്രെഡാകാൻ സാധ്യത കൂടുതൽ, ഒക്കെ സാധ്യത കൂടുതൽ. അങ്ങനെ എന്തോ സുഖങ്ങളല്ല. ഇപ്പോൾ ഫാമിലി ആകുമ്പോൾ ഫാമിലി ഒന്നും ഇല്ലാതായാൽ ഒന്ന് തളരുമ്പോൾ പിന്നെ എന്ത് വേണ്ടി വരും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നേഴ്സിൻ്റെ അടുത്ത് ഏൽപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നോക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ഇല്ല, സാധ്യത വളരെ കുറവ്. മറ്റ് ജീവികളെ കുഴിച്ചിടും പോലെ കുഴിച്ചുകൊണ്ടേ വരും. അതേസമയത്ത് നല്ല സെറ്റപ്പിൽ ജീവിക്കുക, ഫാമിലി ആയിട്ട് ജീവിക്കുക. ഇങ്ങനെ എന്തും സുഖങ്ങളും സന്തോഷങ്ങളും അത്തരം പോസിറ്റീവുകൾ സംയോജിച്ചതാണ് ഇസ്ലാം. മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന സന്തോഷമുള്ളൊരു ഇതാണ് ഉത്തരവാദിത്വം. ഇതുള്ള ഒരാൾ നമ്മൾ പറയാണ് ഇതാ നല്ലത്, അള്ളാഹിനറിഞ്ഞ് ജീവിക്കുന്ന അടിപൊളി, നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അവനെല്ലാവരെയും ഉൾക്കൊള്ളും, എല്ലാവരെയും ഉൾക്കൊള്ളും. അപ്പം നാട്ടിൽ സന്തോഷം, കുടുംബത്തിൽ സന്തോഷം, മനസ്സിന് സന്തോഷം, എല്ലായിടത്തും സന്തോഷം, സമാധാനം. ഇതാണ് ഇസ്ലാം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം അദ്ഖിൽനാ ദാറസ്സലാം. ഇതാണ് ശരിക്കുള്ള ഒരാളുടെ മൂമിനായ മനുഷ്യൻ്റെ ജീവിതം. പടച്ചോനാണ് സലാം, അള്ളാഹുവിൽ നിന്നാണ് സലാം, അള്ളാഹുവിലേക്കാണ് സലാം. അതാണ് സലാം, ഈ സന്തോഷവും സമാധാനമുള്ള ജീവിതം. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ ഹയ്യനാ റബ്ബനാ ബിസ്സലാം, ഇതും കഴിഞ്ഞിട്ട് മരിച്ചു എന്നാൽ അദ്ഖിൽനാ ദാറസ്സലാം, അവിടെ ഇതിലേറെ സുഖവും സന്തോഷവും. ഇതാണ് ഈമാൻ, ഇതാണ് ഇസ്ലാം. ഈ ഈമാനും ഇസ്ലാമുമാണ് നമ്മൾ പറയുന്നത്. ഇന്നദ്ദീന യുസ്റുൻ, ദീന യുസ്റാണ്. ആ യുസ്ർ നല്ല സമാധാനത്തിൽ സന്തോഷം എവിടെയും ജീവിക്കും. ആരെങ്ങനെയായാലും നമുക്ക് ഹാപ്പിയാണ്. ആരെങ്ങനെ നടന്നാലും
നമ്മളെന്ത് ചെയ്യേണ്ടത്? മുഷിഞ്ഞും വിഷമിച്ചൊന്നും കഴിയേണ്ടതില്ല. ഹമ്മ് വന്നാൽ ബാദറയിലസ്വല, പടച്ചോൻ്റെ അടുത്തേക്ക് മടങ്ങാം. ഹമ്മ് വന്നാൽ ബാദറയിലസ്വ, അള്ളാഹുവിലേക്ക് മടങ്ങാം. ഫഫിറു ഇലല്ലാ, ഫഫിറു ഇലല്ലാ. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയണം. അള്ളാഹു പറഞ്ഞ ശൈലി എന്താ? ഫഫിറു ഇലല്ലാ പറഞ്ഞ എങ്ങനെ? ഇന്നാ വസ്സമാ ബനൈനഹാ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞത് വസ്സമാ ബനൈനഹാ ബി ഐദിൻ വ ഇന്നാ ലമൂസിഊൻ വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് എന്ത് പറഞ്ഞതെന്നറിയോ? ഫഫിറു ഇലല്ലാ ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. എന്താ? വസ്സമാ ബനൈനഹാ ബി ഐദിൻ. നിങ്ങൾ ഈ ആകാശം കണ്ടു, മേലോട്ടൊന്ന് നോക്കിയൊക്കെ ആകാശം, എന്താ സംഭവം? ഇതൊക്കെ ബി ഐദിൻ, നമ്മളെ പവർ കൊണ്ട് പഠിച്ച മക്കളെ, പവർ തന്നെയാണ് നമ്മളെ. വല്ലറുള്ള ഫറഷ്നാഹ, നീ ഭൂമി നിങ്ങൾ നോക്ക്, ഭൂമി നിങ്ങൾ പ്ലാനറ്റോറിൽ പോക്ക് എങ്ങനെ ബോംബ് പോലെ, പക്ഷെ നിങ്ങളിങ്ങനെ നോക്ക് നേരെ കിട്ടും. എന്ന് മാത്രമല്ല, അത് പിന്നെയും പഠിച്ചു നോക്കിയാൽ അതിങ്ങനെ ചലിക്കലോടെ ചലിക്കല, പക്ഷെ നിങ്ങൾക്കൊരു വിഷമമില്ല. തൊട്ടിൽ പോലെ, തൊട്ടിൽ ചലിച്ചാൽ കുട്ടികൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? തൊട്ടിൽ ചലിച്ചാൽ കുട്ടികൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്? സുഖ. ഇതുപോലെ ഭൂമി ചലിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങൾക്കത് ഇന്നാല മാഹിദൂൻ ഫറഷ്നാഹ ഫനിഅമൽ മാഹിദൂൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഫഫിറു ഇലല്ലാ. ഫഫിറു ഇലല്ലാ, ചിന്തയൊക്കെ അള്ളാഹു, അഭയം അള്ളാഹു. തെറ്റല്ല ചെയ്യേണ്ടത്, ശരിയാണ് ചെയ്യേണ്ടത്. ദുഷിച്ച മനസ്സോടെ നടക്കരുത്, ക്ലിയറായ മനസ്സോടെ ജീവിക്കുക, നല്ല ഇഖ്ലാസോടെ ജീവിക്കുക, ഈമാനോടെ ജീവിക്കുക, ഈമാനോടെ സന്തോഷമായിട്ട് യജമാനൻ്റെ അടുത്തേക്ക് അഭയം തേടുക. ഇത് പ്രതീക്ഷിക്കുക. ഇതാണ്, അതിനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതിനെ പറ്റിയ ടോപ്പ് പീക്ക് പീരീഡാണ് ഷാബാൻ. ആ ഷാബാൻ്റെ നല്ല സമയത്ത്, കളറായ സമയത്താണ് നമ്മളുള്ളത്. ഷാബാനു ഷഹറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റജബു ഷഹറുള്ള, റമളാനു ഷഹറുൽ മുഅ്മിനീൻ. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല സമയത്താണ് ഈ സെഷൻ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഈ ഒരു ലക്ഷ്യം സ്ഥാപിച്ച് ഈ ഒരു ലക്ഷ്യത്തിൽ ജീവിക്കണം. ഏതിൽ ചുരുങ്ങരുത്? സൽക്കാരത്തിന് പോയിട്ട് സൽക്കാരത്തിന് മുമ്പ് വെച്ച് അച്ചാറിൽ വീണ് ഉരുളരുത്. അത് കഴിഞ്ഞിട്ടുള്ള പായസത്തിലും ആകരുത്. സൽക്കാരം അനുഭവിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തന്ന ഈ ഭൗതികമായ ഇപ്പോൾ ഉള്ള സുഖങ്ങൾ, നല്ല വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, കുടുംബമായി ഒന്നിക്കുക, ശാരീരികമായ സുഖങ്ങൾ അനുഭവിക്കുക, ഇത് അച്ചാറും പായസവും ഇതിൽ വീഴരുത്. മെയിൻ എന്താണെന്നറിയോ? അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ തന്ന അവസരം, ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ആളാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു സൗഭാഗ്യം, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു ബോധ്യം, എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ ഒരു ബോധ്യത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നൊരു ശ്രമമാണ് ആ ഒരു ശ്രമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതാണ് ശരിയായ സൽക്കാരം. അത് മെയിൻ നടക്കണം. എന്നിട്ട് മറ്റതൊക്കെ ഓക്കെ, അച്ചാറും ഒക്കെ ഓക്കെ. സൽക്കാരമില്ലാതെ, മെയിനില്ലാതെ അച്ചാറിൽ കുടുങ്ങരുത്, മെയിനില്ലാതെ പായസത്തിൽ കുടുങ്ങരുത്. തീർച്ചയായിട്ടും അത് മാത്രമാകരുത്. അച്ചാറിൽ വീണ് ഉരുണ്ടായാലും പിന്നെ അവസാനം ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതും വേണം. അച്ചാറും ഇതും മാത്രമായി പോരുത്. അച്ചാർ കൂട്ടാണ്ട് വേണ്ട, അച്ചാർ നല്ലതാണ്. അച്ചാറും വേണം, പായസവും വേണം, ഒക്കെ വേണം. പക്ഷെ അതിനെന്ത് വേണം എന്നറിയാം? എല്ലാറ്റിനും സന്തുലിതമാകണം. അതെ. ഇതാണ് നമ്മളെ മനസ്സിൽ ലൈഫ് എന്ന് പറയുന്നതിലെ പ്രഥമ ഫുഡിനെ മറക്കരുത്. സൽക്കാരത്തിലെ പ്രഥമ ഫുഡ് മറക്കരുത്. പ്രഥമ ഫുഡോട് കൂടെ അവിടെ സൽക്കാരമൊക്കെ ആയിക്കോട്ടെ, അച്ചാറൊക്കെ കഴിച്ചു. ഇത് അച്ചാർ മാത്രം നിന്ന് പള്ള അരച്ചാൽ പള്ള കേടാവും ചിലപ്പോൾ. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം വലിയ ഒരു ഖൈറായ ലക്ഷ്യത്തോടെ നമ്മൾ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മളെ മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ട ഞാൻ ഒന്നുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. നല്ല മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക, ആരോഗ്യം നമുക്ക് വേണം, ഐശ്വര്യം നമുക്ക് വേണം, സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് വേണം, ജനങ്ങളുടെ ഇടയിൽ സൽപ്പേര് മക്കൾ വേണം, ഒക്കെ വേണം. പക്ഷേ
അത് നമ്മുടെ അന്തിമമല്ല. അതൊക്കെ വഴികൾ മാത്രമാണ്. അതിലേക്ക് അന്തിമം എന്താണ്? ലില്ലാഹിയാണ്, പടച്ചോനെ പൊരുത്തുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അന്തിമം. അതിലേക്കുള്ള വഴികളാണിതൊക്കെ. ഇനി ഇതല്ലാത്ത നടന്നാലും നമ്മൾ ഹാപ്പി. ലക്ഷ്യത്തിന് വേണ്ടി നമ്മളെപ്പോഴും സദാ സന്നദ്ധമാണ്. ഇൻഷാ അല്ലാഹ്. ക്ലോസ് ചെയ്യല്ലേ?